അതുകൊണ്ട് ഇനിയത്തെ കാലത്തെ യുവജനങ്ങളെ നമുക്ക് കബളിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സജീവ് വർഗീസ് ബ്രദർ ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു സ്പീക്ക് ടു ദ പോയിന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുക. ഇനി ഈ വിശ്വാസത്തെ പറ്റി തന്നെ നിങ്ങൾ പറയും വിശ്വാസമാണ്, വിശ്വാസ സ്നാനമാണ്. ശരി, ഞാൻ അതിനെ ഒരു വാദത്തിന് വേണ്ടി അതിനെ അംഗീകരിക്കുന്നു. വിശ്വാസം കൊണ്ട് സ്നാനം ഏറ്റെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറയുന്നു. ശരി, ഞാനതിനെ തൽക്കാലത്തേക്ക് ഒരു വാദത്തിന് വേണ്ടി അങ്ങ് അംഗീകരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ വിശ്വാസം എന്ന് പറയുന്ന സ്നാനത്തിന് മാത്രം മതിയോ? പിന്നെ വിശ്വാസം വേണ്ടേ? നമുക്ക് ഒന്ന് രണ്ട് ഇൻസ്റ്റൻസസ് എടുത്ത് നോക്കണം. നമുക്ക് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യമാണല്ലോ നിങ്ങൾ പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറയുന്നൊരു വാക്യമാണല്ലോ, അല്ലേ? ആ വാക്യം എടുത്തു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വിശ്വാസ സ്നാനത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വേദ തെളിവായിട്ട് പറയുന്നത്. എന്നാൽ ആ വാക്യത്തിന് താഴേക്ക് വരുന്ന ഭാഗം നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? 16-ാം വാക്യം വരെ ഓക്കെ, 16-ാം വാക്യം ഞാനത് വാദത്തിന് വേണ്ടി അങ്ങ് അംഗീകരിക്കുകയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാവപ്പെടും. ഞാനത് നിങ്ങൾ തൽക്കാലം അത് അംഗീകരിക്കാം. അതിന് താഴേക്ക് വരുന്ന വാചകം വേണ്ടേ? നമുക്ക് വിശ്വസിക്കുന്നവർ പിന്നെ ചെയ്ത കാര്യങ്ങളൊന്നും വേണ്ടേ? അതോ ഈ സ്നാനത്തിന് വേണ്ടി മാത്രം മതിയോ? വിശ്വസിക്കുന്നവർ എന്തൊക്കെ ചെയ്യുന്നു പിന്നെ 17-ാം വാക്യം മുതൽ താഴോട്ടുണ്ട്. സ്നാനമേൽക്കുക മാത്രമല്ല, അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. പതിവുപോലെ നമ്മൾ വീണ്ടും വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കട്ടെ, നമ്മെ കാര്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തട്ടെ. അപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം വിശ്വാസത്താലുള്ള നീതീകരണവും പിന്നത്തേതിൽ വിശ്വാസ സ്നാനത്തെക്കുറിച്ചും അതുപോലെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയിടേണ്ടത് ഏതെല്ലാം വിധത്തിലാണ്, അതിൻ്റെ മുന്നേറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് പല ആംഗിളിൽ നിന്ന് നമ്മളിങ്ങനെ കാണുകയായിരുന്നു. അതിനൊക്കെ ചില കാരണങ്ങളുണ്ടായി എന്നുള്ളത് നമുക്കറിയാമല്ലോ. ചില കാരണങ്ങളുണ്ടായി. ആ കാരണത്താലാണ് അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞത്. മുൻകാലങ്ങളിൽ നമ്മളിതൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. വളരെ വിശാലമായ നിലയിൽ തന്നെയാണ് അന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ സന്ദർഭം അങ്ങനെ വന്നതുകൊണ്ട് വീണ്ടും നമ്മൾ ആ ഭാഗങ്ങൾ എടുത്ത് ധ്യാനിച്ചു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഒരു ഓർത്തഡോക്സ് വൈദികൻ താൻ ചില കാര്യങ്ങൾ ഈ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മുടെ ഈ സംവിധാനത്തിനകത്തൂടെ നമ്മൾ കേൾക്കുകയും അതിനെക്കുറിച്ച് നമ്മളുടേതായ ഒരു വിശകലനങ്ങളൊക്കെ നമ്മൾ നടത്തുകയും ആ കാര്യങ്ങൾ നമ്മൾ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തു. കുറേയധികം ആളുകൾ അതൊക്കെ കേൾക്കാനിടയായി. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുള്ള ഒരു പഠനം എന്നുള്ള നിലയിൽ ചിലരൊക്കെ ഉൾക്കൊണ്ടു, ചിലരൊക്കെ എതിർത്തു. സ്വാഭാവികമാണല്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത് കേട്ട് അദ്ദേഹത്തിന് ഒരു ചെറുതല്ലാത്തൊരു നീരസം വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നമുക്ക് മനസ്സിലായി. എന്നാൽ ആ കാര്യങ്ങളെയൊക്കെ വിശദമാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായൊരു മറുപടി നമ്മൾ പറഞ്ഞിരുന്നു. ആ മറുപടി യൂട്യൂബിലുണ്ട്. എന്നാൽ ആ മറുപടിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്കുകൾ സോഷ്യൽ മീഡിയയിൽ പല ഭാഗത്തും വിശേഷാൽ ഫേസ്ബുക്കിനകത്ത് നമ്മുടെ സഹോദരങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് അച്ഛൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളും പിന്നെ സഹയാത്രികരായ വേറെ കൂട്ടം ആൾക്കാരുണ്ടല്ലോ, വത്തിക്കാൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ, അവരൊക്കെ കൂടി റിപ്പോർട്ടടിക്കുക എന്ന് പറയും. റിപ്പോർട്ടടിക്കുക, അങ്ങനെ ഒരു കലാപരിപാടിയുണ്ട്. റിപ്പോർട്ടടിച്ച് അത് ഫേസ്ബുക്കിൽ നിന്ന് ആ അച്ഛന് കൊടുത്ത മറുപടി, അച്ഛൻ ആ പറഞ്ഞ കാര്യങ്ങളോട് നമ്മളൊന്ന് പ്രതികരിച്ചിരുന്നു. അതായത് അതിൻ്റെ വസ്തുതകൾ ഇങ്ങനെയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആ പ്രസംഗങ്ങൾ പറയാനിടയായത്. ആ പറഞ്ഞ സമയത്തൊക്കെ പരിഹാസത്തിലല്ല, തികഞ്ഞ ബഹുമാനത്തിലും സ്നേഹത്തിലും തന്നെയാണ് പറയാനിടയായതെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു.
സാമാന്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേദപുസ്തകത്തെ തുറന്നു വെച്ച് അദ്ദേഹം സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മളും ബൈബിൾ തുറന്നു വെച്ച് നമ്മുടേതായ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നു. അത്ര തന്നെയാണ് അവിടെയൊക്കെ ചെയ്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചെന്നുള്ള ഞാൻ ഇടയിൽ അങ്ങ് പറഞ്ഞെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടൊരു കാര്യമുള്ളത്, അച്ഛൻ്റെ മെസ്സേജിനകത്ത് തുടർമാനമായും തൻ്റെ 55-ാമത്തെ എപ്പിസോഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ അദ്ദേഹം ഡയറക്റ്റായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. എൻ്റെ ബഹുമാനായ സ്നേഹിതൻ മിസ്റ്റർ സജി വർഗീസിനോടുള്ള എൻ്റെ ചോദ്യങ്ങൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിൻ്റെ ആ ഒരു ആരംഭ ഭാഗം കഴിയുമ്പോൾ ചോദിക്കുന്നത്. സത്യത്തിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു വരാനായിട്ട് കുറേ സമയമെടുക്കും. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനൊരു പരിശ്രമം നടത്തി. പക്ഷേ ചില ടെക്നിക്കൽ പ്രോബ്ലങ്ങൾ വന്നതുകൊണ്ട്, സാങ്കേതിക തടസ്സമെന്ന് പറയാം, ആ കാര്യം സക്സസ് ആയില്ല, ഫലപ്രദമായില്ല. ഇട ദിവസത്തിൽ നടന്ന ഒരു മീറ്റിങ്ങിനകത്ത് ആ കാര്യം പറയാനായിട്ട് പരിശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. പിന്നീട് ചിന്തിച്ചപ്പോൾ അതിനൊരു സാവകാശമില്ല. പിന്നെ ഇന്ന് മാത്രമാണ് അടുത്തൊരു സാവകാശം ഒരുങ്ങി വന്നത്. അതുകൊണ്ട് അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അല്പം മറുപടി ഇന്ന് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾ ഒരു 10-12 ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 12 ഗൗരവമായ ചോദ്യങ്ങളുണ്ട്, ഉപചോദ്യങ്ങളും ഒക്കെയുണ്ട്, പിന്നീട് അതിനിടയിൽ വിശദമാക്കേണ്ട കാര്യങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ ചോദ്യങ്ങളെ ഞാനൊരു 2-3 ഗ്രൂപ്പായിട്ടൊന്ന് തിരിക്കുകയാണ്. 2-3 ഗ്രൂപ്പായിട്ട്. ആദ്യത്തെ ഒരു 4-5 ചോദ്യങ്ങൾക്ക് ഒരേ നേച്ചർ ആയതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരുമിച്ചങ്ങ് പറയാവുന്നതാണ്. അടുത്ത ഗ്രൂപ്പ് ചോദ്യങ്ങളെല്ലാം മറ്റൊരു നേച്ചറാണ്, അതുകൊണ്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് പറയാവുന്നതാണ്. പിന്നീട് അവസാനത്തെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം പിന്നാലെ പറയാവുന്നതാണ്. അതെല്ലാം കൂടെ ഇന്ന് പറയുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലല്ല. ഇപ്പോൾ തന്നെ കുറച്ച് സമയം പോയി. മറ്റ് ഭാഗങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. ബാക്കിയുള്ള സമയം കൊണ്ട് വേണം അത് പറയാനായിട്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു തുടങ്ങുന്ന ആ ചോദ്യം എന്ന് പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകരുതെന്ന് വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വരുന്നത്, വിശ്വസിക്കാൻ പ്രായമായവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ എന്ന് വാക്യങ്ങളുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനൊരു പരാമർശമുണ്ടോ? പിന്നത്തേതിൽ അദ്ദേഹം ചോദിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, അതായത് ദൈവിക അനുഗ്രഹങ്ങൾ മുടക്കുന്ന വാക്യങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും ബൈബിളിലുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ടാണ് യെരുശലേം കൗൺസിൽ, ആദ്യത്തെ സിനഡ് കൂടുന്നത് അവിടെയാണല്ലോ, 15-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ യെരുശലേം സിനഡിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത് വിലക്കാത്തത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു വിലക്ക് അപ്പോസ്തലന്മാർ കൽപ്പിക്കാത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. വിലക്ക് കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണ് അടുത്ത ചോദ്യം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ചോദ്യത്തിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ ചോദ്യം കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ധാരാളം കാര്യങ്ങൾ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ സംസാരിച്ച് വന്ന് അടുത്ത ചോദ്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിശ്വാസം എന്നത് സ്നാനത്തിന് മാത്രം മതിയോ? ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്, സാധാരണഗതിയിൽ പെന്തക്കോസ്ത് ലോകത്തുള്ള ആളുകൾ അധികമായി സംസാരിക്കുന്ന ഒരു കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. ആ വാക്യത്തെ മുൻനിർത്തി അവർ പൊതുവെ പറയും, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും എന്നുള്ള ആ ഒരു കാര്യം. അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, ആ വാക്യത്തെ പ്രതി സംസാരിക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത്, അതിന് തൊട്ട് താഴെയുള്ള വാക്യമായ 17-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, പാമ്പുകളെ അഥവാ സർപ്പങ്ങളെയൊക്കെ പിടിച്ചെടുക്കും, പിന്നെ എന്നാ മരണകരമായ വിഷമൊക്കെ കുടിച്ചു കഴിഞ്ഞാലും ഒരു ഹാനിയും വരുത്തത്തില്ല. അങ്ങനെ ആ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വിശദമായി നമ്മളൊരു മറുപടി 2-3 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നു. അച്ഛൻ നമ്മോട് സംസാരിച്ച ആ എപ്പിസോഡിലല്ലാതെ അതിനു മുമ്പുള്ള അച്ഛൻ്റെ 18-ാമത്തെയോ 19-ാമത്തെയോ എപ്പിസോഡിനകത്ത് അച്ഛൻ ഈ കാര്യം കുറച്ചും കൂടെ വിശദമായി തന്നെ ചോദിക്കുന്നുണ്ട്. ആ 16-ാം അധ്യായത്തെ മുൻനിർത്തി അച്ഛൻ ഒരു ബ്രീഫിംഗ് നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് ആ ചോദ്യമൊക്കെ വരുന്നത്.
ആ കാര്യം അന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞു പോയൊരു മെസ്സേജിനകത്ത് വിശദമായി പറഞ്ഞതാണ്. ഇങ്ങനൊരു ചോദ്യം വീണ്ടും വന്നതുകൊണ്ട് നമുക്ക് ഓടിച്ചൊന്ന് പറയാവുന്നതാണ്. കാരണം നമ്മൾ അങ്ങനെ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം അച്ഛൻ കേൾക്കണമെന്നൊക്കെ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് ന്യായമല്ലല്ലോ, അത് ശരിയായ ഒരു കാര്യമല്ല. ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ശ്രദ്ധിക്കാൻ കഴിയും, നമ്മുടെ വീക്ഷണം ആ കാര്യത്തിൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണം ഓൾറെഡി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം നമ്മളെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യമൊക്കെ ചോദിച്ചത്. എന്നാൽ ആ മുൾമുനയിൽ നിന്നൊക്കെ നമ്മൾ സാമാന്യം എസ്കേപ്പ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എസ്കേപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ അറിയാം, അതെയോ അവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. വിശ്വാസം എന്നത് സ്നാനത്തിന് മാത്രം മതിയോ എന്നുള്ളത് ആ ചോദ്യങ്ങളിലെ 5ാമത്തെ ചോദ്യമാണ്. ഞാൻ ഈ 5 ചോദ്യങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നീടുള്ള ചോദ്യങ്ങൾ ഉണ്ട്, അതിന്ന് എടുത്തിട്ട് കാര്യമില്ല, അതെല്ലാം കൂടെ പറഞ്ഞു വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അവസാനം പറഞ്ഞ കാര്യം ആദ്യമേ ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ആ ചോദ്യം എടുക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഇടയ്ക്ക് പറയട്ടെ. ഒരു സന്തോഷകരമായ വാർത്ത. അച്ഛൻ ഇങ്ങനെ നമ്മളോടുള്ള ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് തൻ്റെ എപ്പിസോഡ് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മളതിനൊരു മറുപടി പറഞ്ഞല്ലോ, നമ്മളൊരു മറുപടി പറഞ്ഞു, അതും യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞു. ആ മറുപടിക്കകത്ത് അച്ഛൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുഞ്ഞ്, ഒരു കുഞ്ഞാണവൻ, ജെയ്സൺ കുഞ്ഞ്, അങ്ങനെ പറയുന്നൊരു കുഞ്ഞ് വന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നു. കമൻ്റ് എന്ന് വെച്ചാൽ വല്ലാത്ത കമൻ്റാണ്, ഒരു സാമാന്യ മര്യാദ ഇല്ലാത്ത ഒരു കമൻറ്റ്. അതിപ്പോൾ ഏത് കൂട്ടത്തിലുള്ളവരാണെങ്കിലും, പെന്തിക്കോസ്റ്റോ ഓർത്തഡോക്സോ എന്തും ആകട്ടെ, ആരും ആകട്ടെ, ഈ കാര്യങ്ങളെയൊക്കെ പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ എല്ലാത്തിനും. നമുക്ക് കാര്യങ്ങളെ നഖശികാന്തം എതിർക്കാം, വളരെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്യാം, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അസഹ്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ വിദ്വാൻ വന്ന് ചോദിക്കുന്ന ചോദ്യം, എപ്പോഴാണ് ഈ വിശുദ്ധൻ്റെ ടെസ്റ്റ് ആരംഭിക്കുന്നത്? നിങ്ങൾ എപ്പോഴാണ്, അതായത് വിശ്വസിക്കുന്നവരാൽ, വിശുദ്ധന്മാരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നുള്ളതാണല്ലോ. അപ്പോൾ പോയിസൺ ടെസ്റ്റ് എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു മറുപടി കൊടുത്തു. എന്താ, നമുക്കത് വഴിയെ ഞങ്ങൾ മറുപടി പറയും, അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വന്ന് പുള്ളിക്കാരൻ അതേ കമൻ്റ് ഇടുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അതേ കമൻറ്റ്, ഒരു 5-8 കമൻറ്റ്, ഒരേ സെൻറ്റൻസുകളാണ്. എപ്പോഴാണ് പോയിസൺ ടെസ്റ്റ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കണ്ട ചില മനുഷ്യർക്ക് അസ്വസ്ഥത തോന്നിയിട്ടായിരിക്കും, ഞാനായിട്ടൊന്നും മറുപടി കൊടുത്തില്ല, അവരിൽ ചിലരൊക്കെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. നീ നിൻ്റെ തരപ്പടിക്കാരോട് പോയി ഏറ്റുമുട്ട് എന്നുള്ള നിലയിൽ. അവൻ ലോക പണ്ഡിതനാണെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓർത്തഡോക്സുകാരുടെ മാമോദീസ വെള്ളം കുറച്ച് തലയിൽ തളിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഇച്ചിരി മൂറോൻ അവൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ പൂശിയിട്ടുണ്ടെന്നുള്ള നിലയിൽ ഒരു ഹുങ്കും അഹങ്കാരമൊക്കെ അഹങ്കാരമൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ്. 2 പേര് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഒരുത്തൻ ചുങ്കക്കാരൻ, ഒരുത്തനൊരു കേമൻ, ഒരു അതിപുരാതനത്വമുള്ള പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ഒരു വിദ്വാൻ മറു സൈഡിൽ നിൽക്കുന്നു. 2 പേരും ഇരുന്ന് പ്രാർത്ഥനയാണ്. ഒരുത്തൻ പറയാണ്, ഞാനോ ചുങ്കക്കാരൻ നിൻ്റെ സന്നദ്ധയിൽ വരുവാൻ യോഗ്യനല്ലെന്നൊക്കെ പറഞ്ഞ് അവൻ മാറത്തടിക്കുക. അപ്പോൾ മറ്റവൻ പറയാണ്, തമ്പുരാനെ നോക്കിക്കേ, ഇവനെ പോലെയല്ല ഞാൻ പാരമ്പര്യമുള്ളവനാണ്, ആനാമ്പള്ളം വീണവനാണ്, പിന്നെ അത് വീണവനാണ്, ഇത് വീണവനാണ്, കൈവപ്പുള്ളവനാണ്, പലതും ഉള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാണ് അവനിരുന്ന് ദൈവസന്നിധി പുകഴുന്നത്. ഹൃദയങ്ങളെ, നിലവുകളെയും പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വീൺവാക്കുമായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് എല്ലാ ഓർത്തഡോക്സ് കുഞ്ഞുങ്ങളോടും പറയുകയാണ്, ദൈവസന്നിധിയിൽ വാക്കുകൾ തൊടുത്തുവിടാൻ സൂക്ഷിക്കണം. അത് പെന്തിക്കോസുകാർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ കാര്യങ്ങളെയൊക്കെ പറയുന്നതിന് ചില രീതികളും മര്യാദകളും ഒക്കെയുണ്ട്. ദൈവവചനം ഘോഷിച്ച് അത് അനേകർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് സന്ദേശമാണ്. അതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ന്യായമായും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയുകയാണ്, ബ്രദർ പിന്നീട് ആ കാര്യത്തിന് ഞങ്ങൾ മറുപടി പറയും, അതുവരെ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂർ ഇത് വീണ്ടും ആളെ കളിയാക്കാൻ വേണ്ടിയിട്ട് വന്ന് പറയുക എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം പറയുന്നത്, വീണ്ടും ജനനത്തിൻ്റെ അഭാവം, വിശ്വാസ സ്നാനത്തിൻ്റെ അഭാവം, വേദപുസ്തകത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല, അവൻ്റെ ലൈഫിൽ ഒരു എൻകൗണ്ടർ നടന്നിട്ടില്ല, രക്ഷകനും കർത്താവുമായി യേശുക്രിസ്തുവുമായി ഒരു മുഖാമുഖം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ.
വിശുദ്ധ ജീവിതത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചൊക്കെ ആ സഹോദരൻ കേട്ടിരിക്കുന്നത് വികലമായ നിലയിലാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരും, ഇന്നോ അടുത്ത ദിവസങ്ങളിലോ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരൊക്കെ ഇങ്ങനെ തലതെറിച്ച സ്വഭാവത്തിന് ഉടമകളായി പോയതും പരിഹാസികളായി പോയതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് മറുപടി കൊണ്ട് അത് പിന്നാലെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സഹോദരൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവരുടെ ഗുരുക്കന്മാരെ അറിയിക്കണമല്ലോ, ശിഷ്യഗണങ്ങളുടെ ആ ഒരു മേന്മ ജസ്റ്റ് അതൊന്ന് അറിയിച്ചെന്നുള്ളൂ, വേറൊന്നും തോന്നരുത്. അപ്പോൾ ഈ അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിശ്വാസം എന്നത് സ്നാനത്തിന് മാത്രം മതിയോ, വേറെ കാര്യങ്ങൾക്കൊന്നും വേണ്ടേന്ന്? തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ടേന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം തുറന്നിട്ട് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ ബഹുമാന്യനായ പുരോഹിതൻ്റെ ചോദ്യത്തിന് സ്നേഹപുരസ്സരം നമ്മൾ മറുപടി പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 15-16 വാക്യം ചേർന്നിരിക്കുകയാണ്. അവിടെ 15-ാം വാക്യത്തിൽ പറയുന്നത്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. 15-ാം വാക്യത്തിന് പ്രസക്തിയില്ലേ? 16-ാം വാക്യം മാത്രം പെന്തിക്കോസുകാർ പൊക്കിക്കൊണ്ടുവരും, 16-ാം വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഓർത്തഡോക്സുകാരും മറ്റുള്ളവരും ആക്രമിക്കാൻ വരും. ഇതുള്ളോ, ഇതിന് താഴെ ഇല്ലേ, 17 ഇല്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാനോ നിങ്ങളോട് പറയുകയാണ്, 17 ഉണ്ട്, അതിനു മുമ്പ് 15 ഉള്ളത്. 17 അല്ലല്ലോ ആദ്യം, 16 മുമ്പ് 15 അല്ലേ, 15 കഴിഞ്ഞിട്ടല്ലേ 16, 16 കഴിഞ്ഞിട്ടല്ലേ 17. ഇപ്പം നമുക്ക് ആദ്യം ഒന്ന് 15 നിൽക്കാം, എന്നിട്ട് 16ലേക്ക് വരാം. 15 നിന്ന് എങ്ങനെയാണ് കാണുന്നത്? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സകല മാനവകുലത്തോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് ഒരു ഭാഗത്ത് പറയുന്നത്, പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ അനേകരെ രക്ഷിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച്. തൻ്റെ പ്രസംഗം കേമമെന്നല്ല പറയുന്നത്, എങ്കിലും ആ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ താൻ ആ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങൾ, തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ആ കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രസംഗം കേൾക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഈ 15-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് പറയാനുണ്ട്. അത്രമേൽ ഗംഭീരമായ കാര്യങ്ങളാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. വലിയ ചോദ്യങ്ങളാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഭൂതലത്തിലെമ്പാടും പോകാവുന്നിടത്തൊക്കെ. ആ കാലത്ത് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയല്ല, ഭൂപരപ്പിൽ എല്ലായിടത്തും മനുഷ്യരില്ല. മനുഷ്യരുള്ള ഇടങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് ഭാഷ തടസ്സമല്ലേ, മറ്റു പലതും തടസ്സമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം കർത്താവ് കരുതിക്കൊള്ളും. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞതുപോലെ അതെല്ലാം കർത്താവ് കരുതിക്കൊള്ളും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവൻ ആ കാര്യത്തിനൊക്കെ മുടിവ് വരുത്തുമെന്നേ. അതിനൊക്കെ കർത്താവിന് പദ്ധതി കാണും. നമ്മൾ ആ ഒരു സമർപ്പണത്തിൽ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. ഭാഷയൊന്നൊരു വിഷയമല്ല. അതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം കൂറാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ 15-ാം വാക്യത്തിൽ പറയുന്ന ഗൗരവമായ കാര്യം, സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. പക്ഷെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഈ 16-ാം വാക്യത്തിലെ സ്നാനമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് 15-ാം വാക്യത്തിലൊരു നിമിഷം നിന്ന് കഴിഞ്ഞാൽ, ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കർത്താവ് അയച്ച അപ്പോസ്തോലൻ തോമസ് ആണെന്നുള്ളതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നത്. എപ്പിസ്കോപ്പൽ സഭകളിൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ത്യയുടെ അപ്പോസ്തോലനാണ് തോമസ് എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നത്. പക്ഷേ വേറൊരു കൂട്ടരുണ്ട്, അതായത് 934 ഭരണഘടന അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ. അവർ ഈ കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂർ ജില്ലയിലെ മാന്നമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മാന്നമംഗലം പള്ളിയുടെ മുമ്പിൽ അവരെല്ലാം ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് ഇരുന്നുകൊണ്ട് അവരും പിന്നെ ഇവരും 934 ഭരണഘടനക്കാർ 2 കൂട്ടരും പാട്ട് പാടുകയാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളിൽ. അയ്യോ, ആണുങ്ങളും പെണ്ണുങ്ങളും നീട്ടിക്കുറുക്കി പാടുകയാണ്. കത്തനാന്മാരെല്ലാം ചുറ്റും നിൽപ്പുണ്ട്. മെത്രാച്ചന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പാട്ട് കേൾക്കുന്നതേ കലിയ. ഒരു മെത്രാനും ജീവിതത്തിൽ പാട്ട് പാടില്ല. അത് കുർബാനക്രമത്തിലുള്ള പാട്ടൊക്കെ പാടുമായിരിക്കും. ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് ചൂരപടിക്ക് അവർ അടിയും വെച്ച് കൊടുക്കും. പിന്നെ അവരെന്തുകൊണ്ട് അതിനെയൊന്നും ശാസിച്ചില്ലെന്ന് ചോദിച്ചാൽ, ഈ മഞ്ഞും മഴയത്തും ആളുകൾ വേണ്ടേ കസേരയിൽ വന്നിരുന്ന് ഈ ധർണ നടത്താനായിട്ട്. അതുകൊണ്ട് പാട്ടൊക്കെ പാടിയപ്പോൾ ശാസിച്ചില്ലെന്നേ ഉള്ളൂ. ചുമ്മാ ഈ കണ്ട മർത്തോമക്കാരും പെന്തിക്കോസുകാരൊക്കെ പാടുന്ന പാട്ടാണ് അത്. ക്രിസം ഓയിൽ കയ്യിലില്ലാത്ത ആൾക്കാരെ ഈ മർത്തോമക്കാരെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല,
ഈ അല്പകാലം മുമ്പ് കാലം ചെയ്ത പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ പറഞ്ഞതാണ്, ഈ കൂട്ടർക്ക് ക്രിസമോയിൽ കയ്യിലില്ലാത്തവരെ, ക്രിസമോയിലൊന്നും വീഴാത്തവരെ, ഇവനൊന്നും ക്രിസ്ത്യാനിയല്ലെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഡയറക്റ്റ് കേട്ടതാ. പക്ഷെ ഇവരെല്ലാം ആ കൂട്ടത്തിലുള്ള ആളുകളും പുകഴും കേട്ടോ. ചില സമയത്ത് അവർ കോളർ പിടിച്ചിടും. ആ കൂട്ടത്തിൽ നിന്നൊക്കെ ചാടി വന്ന പുള്ളികൾ ഇവിടെ ഇരിപ്പുണ്ട്, അയ്യോ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെല്ലാം ക്രിസ്ത്യാനികളാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ മുമ്പിൽ ഇവനൊക്കെ ചെന്ന് നിന്നിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ പുള്ളി കോട്ടയം ചാട്ടയ്ക്ക് അടിക്കും. കോട്ടയത്ത് ചാട്ടയുണ്ടല്ലോ, പുള്ളി കുന്നംകുളംകാരനാണെങ്കിലും കോട്ടയത്താണ് കുറേ കാലം ഇരുന്നത്. കോട്ടയം ചാട്ടയ്ക്ക് അടിക്കും. നീയൊക്കെ ക്രിസ്ത്യാനിയാന്ന് ആര് പറഞ്ഞു? ക്രിസമോയിൽ കയ്യിലില്ലാത്തവർ. പുള്ളിക്ക് മുമ്പ് ഒരു കാതോലിക്ക ഉണ്ടായിരുന്നു, ഔഗേൻ കാതോലിക്ക. ഔഗേൻ കാതോലിക്കയുടെ കാലത്ത് ഓർത്തഡോക്സ് സമൂഹത്തിൽ നിന്ന് പുറത്തു വന്നൊരു എബ്രാമച്ചനുണ്ട്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കാനമച്ചൻ എന്നുള്ള പേരിലാണ്. കോട്ടയംകാരനാണ്, കാനത്തുകാരനാണ് കാനമച്ചൻ. അപ്പോൾ കാനമച്ചൻ ഓർത്തഡോക്സ് സമൂഹത്തിൽ നിന്ന കാലത്ത് അദ്ദേഹം ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോയി. കോട്ടയം ജില്ലയിലെ ഏതൊരു ഭാഗത്താണ് കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ പ്രസംഗിച്ചത് തദ്ദേശീയരായ ഓർത്തഡോക്സുകാർ അറിഞ്ഞു. അവരുടനെ കമ്പിയില്ല കമ്പി അടിച്ചു ദേവലോകത്തേക്ക്. കാര്യം മനസ്സിലാക്കി ഔഗേൻ കാതോലിക്ക ഈ കാനമച്ചനെ വിളിപ്പിച്ചു, കോട്ടയത്തേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം രണ്ടാമത് എന്നെ വിളിച്ച് വിസ്തരിച്ചു. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളൊരു സത്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്. അതേ മെത്രാപ്പോലീത്ത തിരുമേനി എന്നെ രണ്ടാമത് വിസ്തരിച്ച വിഷയം ഞാനൊരു ഐക്യ യോഗത്തിന് പ്രസംഗിച്ചു എന്നുള്ളത്, യൂണിയൻ കൺവെൻഷൻ. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ക്രുദ്ധനായിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു യൂണിയൻ കൺവെൻഷൻ പ്രസംഗിച്ചോ? ഞാൻ പറഞ്ഞു പ്രസംഗിച്ചു. അതിൽ ആരെല്ലാം പങ്കെടുത്തു? ഞാൻ അതിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ പറഞ്ഞു. മർത്തോമക്കാര്, CSIക്കാര്, യാക്കോബക്കാർ, ബിക്കോസ്കാര് അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മൊഴികൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. എടോ, താൻ വീണ്ടും തെറ്റി. മാർത്തോമാക്കാരും മറ്റും സംബന്ധിച്ച ഒരു യോഗത്തിൽ താൻ പ്രസംഗിച്ചത് തെറ്റായിപ്പോയി. കാരണം മാർത്തോമാക്കാർ ക്രിസ്ത്യാനികളല്ലെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ എന്നെന്നോട് ചോദിച്ചു. അതെൻ്റെ ജീവിതത്തിലേറ്റ ഒരു വലിയ ഷോക്കായി. ഒരുപക്ഷെ ഞാൻ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഹൃദയസ്തംഭനം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം മാർത്തോമാക്കാർ ക്രിസ്ത്യാനികളല്ലെന്ന് ഞാൻ ആദ്യം കേൾക്കുക. ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി എനിക്കത് മനസ്സിലായില്ല, അവർ ക്രിസ്ത്യാനികളല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞല്ല, തനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല, താൻ അത്രയും പഠിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ അവർ ക്രിസ്ത്യാനികളല്ല എന്ന് പറയാൻ കാരണം? എൻ്റെ കാരണം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസം പുരട്ടിയവൻ. ക്രിസം എന്ന് പറഞ്ഞാൽ ഹോളി ഓയിൽ, മൂറോൻ തൈലം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, അത് അപ്ലൈ ചെയ്തവനാണ് ക്രിസ്ത്യാനി. മർത്തോമക്കാർക്ക് അതില്ല, അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികൾ. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ഞാൻ ഉടനെ ചോദിച്ചു, ഈ പ്രാവശ്യം എനിക്ക് കർത്താവ് ഒരു അല്പം ധൈര്യം തന്നു. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ക്രിസ്ത്യാനികളല്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി ഇവരുടെയൊക്കെ നേതാക്കന്മാരുമായി ഒരുമിച്ച് കൂടിയിരുന്ന് എക്യുമെനിസം ഘോഷിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കേൾക്കണോ? എടോ, ഞങ്ങൾക്ക് അതിനുള്ള പക്വതയായി, തനിക്കതിനുള്ള പക്വത വന്നിട്ടില്ല. ചായ കുടിക്കാനും ഒരു പക്വത വേണമെന്ന് എനിക്കന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ഓർത്തഡോക്സിൻ്റെ മീറ്റിങ്ങുകൾ നമ്മളൊന്ന് എടുത്തു നോക്കുക. അവിടെ ചുങ്ക സെമിനാരിയുടെ 25ാമത്തെയോ അല്ല 100ാമത്തെയോ വാർഷികത്തിനൊക്കെ പ്രസംഗിക്കാൻ വരുന്നത് ദലൈലാമയാണ്. പിന്നെ മറ്റൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ വരുന്നത് അവരുടെ യൂത്ത് മീറ്റിങ്ങിന് മറ്റോ വരുന്ന അബ്ദുൾ സമദ് സമദാനി, അതായത് നമ്മുടെ പൊന്നാനി MP അബ്ദുൾ സമദ് സമദാനി. അദ്ദേഹം വന്നിട്ട് ആ ക്രൂശിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അവിടെ ചിന്തിയ രക്തവും. ഞാനൊരു 10-25 മെത്രാച്ചന്മാർ അവിടെ ഇരിക്കുന്നത് കണ്ടു. സമദാനിയുടെ സൈറ്റിൽ നിന്നാണ് ആ വീഡിയോ ഞാൻ കണ്ടത്. അപ്പം ഈ ഒരു മെത്രാച്ചന്മാരെല്ലാം ഉണ്ട്, ഒരു 10-25 പേര് കുറയാത്ത കാണുമായിരിക്കും, ഒരു 10-25 മെത്രാച്ചന്മാർ കുറയാത്ത കാണും. അവരെല്ലാം കോരിത്തെരിക്കുകയാണ് ഇരുന്നത്, അവരെല്ലാം കോരിത്തെരിക്കുകയാണ്. സമദാനിയെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടെന്ന് വിശ്വസിക്കുന്നു പോലുമില്ല. അങ്ങനെ ഒരാളെ വിളിച്ചിട്ടാണ് ആത്മീയ സംഗമമാണെന്ന് ഓർക്കണം. അല്ലാതെ അവരുടെ കോളേജിൻ്റെ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ വാർഷികത്തിന് സമദാനിയെ വിളിച്ചാൽ നമുക്കൊന്നും പറയാനില്ല.
പത്തനംതിട്ടയിലെ കാതോലിക്കേറ്റ് കോളേജിൻ്റെ രസതന്ത്ര ലാബിൻ്റെ ഉദ്ഘാടനത്തിന് APJ അബ്ദുൽ കലാമിനെ വിളിച്ചെന്നവർ തന്നെ തെറ്റാ. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ പെന്തിക്കോസ് പാസ്റ്ററെയാണ് വിളിക്കേണ്ടത്. അങ്ങനെയൊന്നുമല്ല വിളിക്കേണ്ടത്. ജീവനുണ്ടെങ്കിൽ ഈ കൂട്ടരൊന്നുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല. അവർ ആ പഞ്ചായത്തിൽ കൂടെ പോലും പോകാൻ പാടില്ല. പക്ഷെ ദലൈലാമയുടെ കൂടെ പോകാം, സമദാനിയുടെ കൂടെ പോകാം, പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ പോകാം, അവരെ വിളിച്ച് മീറ്റിംഗ് നടത്താം, അതൊക്കെ നടത്താം. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കാനവച്ചനോട് ഔഗേൻ കാതോലിക്ക ചോദിച്ച ചോദ്യമാണ്. ഇവിടെ മർത്തോമക്കാർ അവർ ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചത്. കാനവച്ചൻ പറഞ്ഞ അതേ സെൻറ്റൻസ് കഴിയുമെങ്കിൽ ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് മെസ്സേജിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂട്ടത്തിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ആ പറഞ്ഞ അതേ സെൻറ്റൻസുകൾ കേൾവിക്കാർക്കൊരു സന്തോഷമായിക്കൊള്ളട്ടെ. അന്ന് ഔഗേൻ കാതോലിക്ക് പറഞ്ഞ കാര്യമുണ്ട്. ഇവരുടെ കയ്യിൽ ക്രിസമോയിലുണ്ടോ? ക്രിസമോയിൽ പുരട്ടാത്ത അവരെങ്ങനെ ക്രിസ്ത്യാനിയാകുമെന്നാണ് ചോദിച്ചത്. ഈ സെയിം കാര്യം പിന്നീട് ഞാൻ കേട്ടത് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ഒരു പ്രഭാഷണത്തിലാണ്. അത് ഇത്രയും ഒരു ദേഷ്യത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്ന ആ ഭാഗത്തൊക്കെ. അതായത് ഈ നവീകരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ അന്ന് എടുത്തിയാടി ഓടിപ്പോയ മണ്ട ശിരോമണികൾ എന്നുള്ള നിലയിലാണ് പരോക്ഷമായിട്ട് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. എനിവേ എന്തു ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മലയാളക്കരയിൽ സുവിശേഷവുമായി കടന്നു വന്നത് തോമാസ് ലീഗയാണെന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ തോമാസ് ലീഗയ്ക്ക് കൈവെപ്പില്ലെന്നുള്ളതാണ് മറ്റേ ഈ പുത്തൻകുരിശുകാർ പറയുന്നത്. അശേഷം കൈവെപ്പില്ല. ഒരു ഇറ്റ് കൈവെപ്പ് പുള്ളിക്ക് കിട്ടിയിട്ടില്ല. കൈവെപ്പ് കിട്ടിയത് പത്രോസിനും ശേഷം ബാക്കിയുള്ളവർക്കുമാണ്. ബാക്കി 10 പേർക്കും കൈവെപ്പ് കിട്ടിയിട്ടുണ്ട്. ആ കൈവെപ്പ് കൊടുത്ത സമയത്ത് തോമാസ് അവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. അതായത് ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കർത്താവ് കൈവെപ്പ് കൊടുത്തു കഴിഞ്ഞു. അതായത് ഇസഹാക്ക് കൊടുക്കാനുള്ളതെല്ലാം യാക്കോബിന് കൊടുത്തു കഴിഞ്ഞു. യേശാവ് വന്നപ്പോൾ ചോദിച്ചു, വല്ലതും മിച്ചമുണ്ടോ, എന്തെങ്കിലും ഒരു കൂട്ടമെങ്കിലും തരാമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ തോമസിന് അങ്ങനെ അധികമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഒരു ടച്ച് പോലും കൊടുക്കാൻ പറ്റിയില്ല. കൈവെപ്പങ്ങ് കാര്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൈവെപ്പില്ലാതെയാണ് പുള്ളിക്കാരൻ വണ്ടി കയറിയത്. അങ്ങനെ കിട്ടിയ വണ്ടിക്ക് കയറി മലയാളക്കരയിലേക്കും മലങ്കരയുടെ മണ്ണിലേക്ക് വന്നു. ഇതൊന്നും എൻ്റെ ഭാഷയല്ല കേട്ടോ. കേൾവിക്കാരായ നിങ്ങൾ ഞാനെന്തോ ആക്ഷേപം പറഞ്ഞ പോലെ ഒന്നും ചിന്തിക്കരുത്. തോമാസ് ലീഗ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ആരെന്നാ ചവിട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും തോമാസ് ലീഗ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അത് മനുഷ്യ സഹജമാണ് ആ ചോദ്യങ്ങൾ. അടുത്ത സെക്കൻഡിലെ തിരുത്തലുണ്ടല്ലോ, തോമസിൻ്റെ തിരുത്തൽ എന്താ? എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവേ എന്നൊക്കെയാ പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ്. ആ മനുഷ്യന് വേലയ്ക്ക് വിളിയില്ലെന്നോ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനെ ചികിത്സിക്കാൻ നല്ല ആശുപത്രി തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ എന്തു ആകട്ടെ, തോമാസ് ലീഗ് ഇവിടെ വന്ന് നമ്മളീ പറയുന്ന ആ 7.5 പള്ളിയും പിന്നെ ആ 7 കുടുംബക്കാരുടെ പരിപാടിയും അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. തോമാസ് ലീഗ് ഇവിടെ വന്നതിനെക്കുറിച്ച് വലിയ ഡിസ്പ്യൂട്ടുണ്ട്. ഞാനിപ്പോൾ ഡിസ്പ്യൂട്ടൊന്നും പരിഹരിക്കാൻ പോവുകയല്ല. എനിവേ മലയാളക്കരയിൽ സുവിശേഷത്തിൻ്റെ ഒരു നാന്ദി കുറിച്ചെന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അതിനുശേഷം പല സഞ്ചാരികൾ ഇവിടെ കടന്നു വരികയും അങ്ങനെ മലയാളക്കരയിൽ സുവിശേഷം കേൾക്കുകയും ആദിമകാലം തൊട്ട് തന്നെ സുസ്ഥിരമായൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തുവാകട്ടെ, ഈ AD 52 ശേഷം ഇവിടെ സുവിശേഷം വന്നല്ലോ. ഇപ്പോൾ വായിച്ചതിൽ നിന്നാണ് ഇത്രയൊക്കെ പോകേണ്ടി വന്നത്. വായിച്ചത് ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ എന്നാണ്. എന്നുവെച്ചാൽ അതൊരു കമാൻഡാണ്, അതൊരു ഓർഡറാണ്. അതിനകത്ത് പിന്നീട് എപ്പോഴെങ്കിലും വെള്ളം ചേർത്തായിട്ട് എനിക്കൊരു അറിവില്ല കേട്ടോ. ആ കാര്യത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് പിന്നീട് ഏതെങ്കിലും അപ്പോസ്തലന്മാരോട് അന്ന് ഞാൻ ആ പറഞ്ഞത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നൊന്നും പറഞ്ഞതായിട്ട് വിശുദ്ധ തിരുവെഴുത്തിലോ ചരിത്രത്തിലോ ഇല്ല. പറഞ്ഞതാ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ലോകാവസാനത്തോളം ഈ ശിഷ്യന്മാരെല്ലാം ജീവിച്ചിരിക്കുമെന്നാണോ അർത്ഥം? താനാ പറയുന്ന സമയത്തുണ്ടായിരുന്ന ശിഷ്യന്മാരുണ്ടല്ലോ, അവരൊക്കെ യുഗാവസാനം വരെ ജീവിച്ചിരിക്കുന്നത് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അവരെല്ലാം ഇതിനിടയിൽ അവസാനിക്കും, അവരുടെ ഓട്ടം പൂർത്തീകരിച്ച് അവർ പോകും. പക്ഷെ ഞാനോ ലോകാവസാനത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്തുടർച്ചയിൽ വരുന്ന സകല മനുഷ്യരും ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്ന എല്ലാവരോടുമുള്ള ഒരു പ്രോമീസാണത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആ പ്രോമീസ് ഇന്ന് നമ്മുടെ മേലുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ മാറ്റപ്പെടും. നമ്മൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെയുള്ള തലമുറയോ ആ വാക്യം അവർക്ക് ലൈവാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അവരുടെ മുമ്പിൽ ആ വാക്കുകൾ മുഴങ്ങും. ഇന്ന് നമ്മുടെ നടുവിൽ ആ വാക്കുകൾ മുഴങ്ങുകയാണ്.
നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്, നമ്മെ ഉറപ്പിക്കുകയാണ്. അയ്യോ, എന്തൊരു കരുത്താത്, എന്തൊരു കരുത്താത്! ഈ തലമുറയിൽ നമുക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന്. ധൈര്യമായി പോവുക, സംസാരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, അടങ്ങിയിരിക്കരുത്. നിർബന്ധം നിന്റെ മേലില്ലേ? അയ്യോ, നിർബന്ധം നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമ്മൾ ഉലകം മുഴുവൻ നടന്ന് സുവിശേഷം അറിയിക്കുന്നത്. എന്നാൽ നമ്മുടെ ബഹുമാനനായ വൈദികനും അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമൂഹമുണ്ട്. അതായത് രണ്ട് ഗ്രൂപ്പും 934 നിന്നും കൂട്ടണം. അത് രണ്ടും താടിമുടിയുള്ള ആ രണ്ട് കൂട്ടരും, ഈ രണ്ട് കൂട്ടരും AD 52 കാര്യം പറഞ്ഞ് വലിയ പുകഴ്ച പുകഴും. ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു, സുവിശേഷത്തെക്കുറിച്ചൊക്കെ. പക്ഷേ ഈ മലയാളക്കര വിട്ടിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇവർ സുവിശേഷം അറിയിക്കാൻ കടന്നുപോയോ? ഒരു വലിയ ചോദ്യമല്ലേ അത്. 16-ാം വാക്യം ഇട്ട് കീറി മുറിക്കല്ലേ. നമുക്ക് പിന്നീട് അത് ഡിസക്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് 15-ാം വാക്യത്തിലൊന്ന് നിൽക്കാം. 15-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് അല്പസ്വല്പം കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്തുവിനെ അറിയിക്കാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അറിയിക്കാതിരുന്നത്? നിങ്ങൾ കൂനം കുരിശ് സത്യത്തിലൊക്കെ പൊഴുന്ന ആൾക്കാരല്ലേ. പറങ്കികളെ നിങ്ങൾക്ക് വലിയ ബഹുമാനമൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പറങ്കികളോടും അവർ കൊണ്ടുവന്ന മതത്തോടും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളോടൊന്നും അത്ര മമതയൊന്നും നിങ്ങൾക്കില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പറങ്കികൾ വന്ന് അവരുടെ കൈവെപ്പിനാൽ രംഗത്ത് വന്ന ആൾക്കാരുണ്ടല്ലോ, രംഗത്ത് വന്ന ആൾക്കാർ, പഴയ കുറ്റുകാർ, അവരെ പഴയ കുറ്റുകാരെന്നാണല്ലോ വിളിക്കുന്നത്. ആ പഴയ കുറ്റുകാർ അവർ ഇന്ത്യ മുഴുവൻ നടന്ന് സുവിശേഷമൊന്നും അറിയിച്ചില്ല. സുവിശേഷം എന്താണെന്നും അവർക്ക് പിടികിട്ടിയില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ ബൈബിളിൽ നിന്ന് കിട്ടിയ ഒരു ക്രൈസ്തവ മൂല്യങ്ങളും ചില കാര്യങ്ങളും ഒക്കെ വെച്ച് അവർ സ്കൂളും കോളേജുമായിട്ട് ഓർഫനേജായിട്ട് അതായിട്ട് ഇതായിട്ടൊക്കെ നടന്ന് ഏതെങ്കിലും വിധത്തിലേക്ക് യേശു ക്രിസ്തു എന്നൊക്കെ കേൾക്കാനായിട്ട് ഇട കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഒരു വലിയ കൽപ്രതിമ, യേശു ക്രിസ്തുവിൻ്റേത് പോലത്തെ കൽപ്രതിമ ഇന്ത്യ മഹാരാജ്യത്ത് പല സ്ഥലത്തും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ സുവിശേഷം അത്രയേ ഉള്ളൂ. അവരുടെ സുവിശേഷം തന്നെ ഇത്രയേ ഉള്ളൂ. അവിടെ യേശു ക്രിസ്തുവിനെയും വെച്ചേക്കും, അമ്മയായ മറിയേയും വെച്ചേക്കും. യേശു ക്രിസ്തുവിനെയും വെച്ചേക്കും, അവർ കൊണ്ടു നടക്കുന്ന അവരുടെ അമ്മയായ മറിയയെ അവർ വെച്ചേക്കും. പിന്നെ ആരാ? വേറെ അങ്ങനെ കുറേ പുണ്യവാളന്മാരെയൊക്കെ കൊണ്ട് വെച്ചേക്കും. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 33 കോടി ദേവീദേവന്മാരുള്ളൊരു നാടാണ്. അഡീഷണൽ ആയിട്ട് ഒരു 2 ദേവീദേവന്മാരെയും കൂടെ പിടിക്കുന്നതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ഈശോമിശിയായും പിന്നെ ആരെയാ, പിന്നെ ഒരു മറിയദേവിയെയും, അങ്ങനെ അതും കൂടെ അവരങ്ങ് കൈകാര്യം ചെയ്തെന്ന് മാത്രം. അപ്പോൾ അവർക്ക് വിഗ്രഹങ്ങളുണ്ട്, ഇവർക്കും വിഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ തട്ടുകേട് കിട്ടിയില്ല. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സ്ഥലത്തും അവർക്ക് സഞ്ചരിക്കാനും കാര്യങ്ങളൊക്കെ ഒട്ടുമുക്കാൽ സ്ഥലത്തും അവരുടെ സംവിധാനങ്ങളുണ്ട്. ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും കടന്നുപോയി കാണുമ്പോൾ അവരുടേതായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട്. അതേസമയം ഈ പറയപ്പെട്ട കൂട്ടർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് അവിടെ ഇവിടങ്ങളിൽ ചില സെൻറ്ററുകളൊക്കെയുണ്ട്. ആ സെൻറ്ററുകളൊക്കെ എന്നാണ് സ്ഥാപിതമായതെന്ന് അതിൻ്റെ ഫയലുകളൊക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ഒറീസയിലുള്ളതും പിന്നെ കർണാടകയിലുള്ളതും മഹാരാഷ്ട്രയിലുള്ളതും അങ്ങനെ പല സ്ഥലത്തും സെൻറ്ററുകളൊക്കെ ഉണ്ടല്ലോ. ആ സെൻറ്ററുകളൊക്കെ എന്നാ സ്ഥാപിതമായത്? AD 53-ലാണോ അതെ 55-ലാണോ? ഇതൊക്കെ എന്നാ സ്ഥാപിതമായത്? ഇന്ത്യ മഹാരാജ്യത്ത് ഈ ആത്മീയ സത്യങ്ങൾ വെളിപ്പെട്ട് വന്നിരുന്നോ? നമ്മൾ പറയുന്ന ഈ പറങ്കികൾ അഥവാ വാസ്കോഡി ഗാമ ആൻഡ് സംഘം കാപ്പാട് തീരത്ത് കാലി ചവിട്ടി ഇന്ത്യ മഹാരാജ്യത്തേക്ക്, വിശേഷാൽ മലബാറിൻ്റെ മണ്ണിലേക്ക്, കേരളത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അങ്ങനെ കടന്നു വന്നു. അവർ പിന്നീട് മുന്നോട്ട് മൂവ് ചെയ്ത് കൊച്ചിയുടെ ഭാഗത്തേക്ക്, തിരുവിതാംകൂറിലേക്കും ഒക്കെ കടന്നു വന്നു. ആ സമയത്ത് ഇവിടെ നാട്ടുക്രിസ്ത്യാനികളുണ്ട്. ആ ക്രിസ്ത്യാനികളുടെ അവരുടെ നേച്ചർ എന്ന് പറയുന്നത് ഒരു പൗരസ്ത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെയാണ് പല കാര്യങ്ങളും ഒക്കെ പോകുന്നത് എന്നുള്ളതൊക്കെ ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ ആ സമയത്ത് അവർ കണ്ട് ഞെട്ടിപ്പോയ കാര്യങ്ങളുണ്ട്. ലോകത്ത് മന്ത്രവാദത്തിനും അന്ധവിശ്വാസങ്ങൾക്കും ഇതുപോലെ പേര് കേട്ടൊരു സ്ഥലം വേറെയില്ല. നസ്രാണികൾ എന്നുള്ള പേരിൽ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ, വലിയ വലിയ പേരും പെരുമയൊക്കെ പറയുന്ന ഈ ആളുകളുടെ ഇവിടുത്തെ പശ്ചാത്തലം മനസ്സിലാക്കിയപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഭയന്നു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എന്താ? ഭയാനകമായ കാര്യങ്ങളാണ്. അതിൻ്റേതായ കൊച്ചു തുരുത്തുകൾ ഇപ്പോഴും ഈ ഭൂപരപ്പിലുണ്ട്. എൻ്റെ സ്വദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കടമറ്റം. അവിടെ അങ്ങ് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു പഴയ പരിപാടികൾ, ചില്ലറ പരിപാടികളായിരുന്നു അവിടെയൊക്കെ. പിന്നെ എനിക്കൊരു 5-6 അച്ഛന്മാരുടെ പേരുമായി വരുന്നുണ്ട്. അവരുടെയൊക്കെ കൊച്ചുമക്കൾ, അവരൊക്കെ മരിച്ചുപോയി. അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. വല്ല കേസും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതും തൂങ്ങിക്കൊണ്ട് എനിക്ക് കോടതിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ഒന്നും പേര് പറയുന്നില്ല. താളിയോലകളൊക്കെ കയ്യിലുണ്ടായിരുന്ന സിറിയൻ പാരമ്പര്യമുള്ള
അച്ഛന്മാരുടെയൊക്കെ പേരുകൾ നമുക്കറിയാം. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയല്ലേ ഒരു കാര്യപരിപാടികളൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു അച്ഛനുണ്ട്. കാര്യപരിപാടികളൊക്കെ സുറിയാനിയിലൊക്കെയാണ് പുള്ളി ഒഴിപ്പിക്കുന്നതിന് മുമ്പ് പുള്ളി ഒരു പൈൻ്റ് അകത്ത് കയറ്റും. എന്നിട്ടാണ് ഒഴിപ്പീരും പരിപാടികളൊക്കെ. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പുള്ളി ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. അതിന് മുമ്പ് പുള്ളി ചില സാധനങ്ങൾ അകത്താക്കും. ഇച്ചിരി ആനാമ്പെള്ളം പുള്ളി അകത്താക്കും, അത് കഴിഞ്ഞിട്ട് ഭൂതങ്ങളെ പുറത്താക്കും. അങ്ങനത്തെ എന്തെല്ലാം പരിപാടികളാണ്. ചുമ്മാ അങ്ങ് നടന്നു പോയാൽ മതി, ഒത്തിരി ദൂരമൊന്നുമില്ല, നടന്നു പോയാൽ മതി. ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം. സന്ധ്യ കഴിയുന്ന സമയത്താണ് പരിപാടികളൊക്കെ. അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് നമ്മുടെ ചുറ്റും. ഭയങ്കര പരിപാടികളാണ് നടക്കുന്നത്. സുവിശേഷമൊന്നും എങ്ങും അറിയിച്ചില്ലെന്നേ. നിങ്ങൾക്ക് എന്തോ പറ്റി, നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു. അച്ഛൻ്റെ മെസ്സേജിനടിയിൽ വന്ന് ഒരു കോന്നിക്കാരൻ ഒരു 100 കമൻറ്റെങ്കിലും എഴുതിയിട്ടുണ്ട്. അച്ഛൻ അന്വേഷിച്ചു അദ്ദേഹം ആരാന്ന്. കറതീർന്ന ഓർത്തഡോക്സുകാരൻ, എണ്ണം പറഞ്ഞ ഓർത്തഡോക്സുകാരുടെ തന്നെ മുഴുവൻ പൂശപ്പെട്ട ഒരു സഹോദരനാണ്. അവനെപ്പോലെ ഒരു പരിഹാസി ഇന്ന് ഭൂപരപ്പി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമാണ്. ആ വിദ്വാൻ്റെ ഗുരു എന്ന് പറയുന്നത് മണർകാട്ടുള്ള ഒരു ദിവ്യനാണ്. അങ്ങനെ ഈ ഓർത്തഡോക്സുകാരൻ്റെ ഇടയ്ക്ക് പാട്ട് പാടും. അതായത് ഞങ്ങൾ പെന്തിക്കോസുകാരെ കളിയായിക്കൊണ്ട് പാടുന്നതാണ്. ഞങ്ങളിങ്ങനെ പാടും, യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അപ്പം ഈ ഓർത്തഡോക്സുകാരൻ പാട്ട് പാടും, യഹോവാ പിശാചാം. പിന്നെ എന്നാ ബാക്കി ഞാൻ മറന്നുപോയി. എൻ്റെ അധരം കൊണ്ട് തന്നെ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ആനാമ്പെള്ളം വീണ ഓർത്തഡോക്സുകാരൻ്റെ പാട്ട്, ആ പാട്ടൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, മുഴുവൻ പാട്ടുമുണ്ട്. പെന്തക്കോസ്തുകാരെ കളിയാക്കുന്ന യഹോവ പിശാചാണെന്ന് പറയുന്ന എന്തുമാത്രം എണ്ണങ്ങളാ. പണ്ടൊക്കെ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ പറയപ്പെട്ട സമൂഹത്തിൽ നിന്ന് വരുന്ന യൗവനക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നവരാണ്. അവർ മതഭക്തർ മാത്രമാണ്. ആ സംഘത്തിലാണ് വിശ്വസിക്കുന്നത്. ആ സംഘത്തിൽ മാത്രം വിശ്വസിക്കുന്നേ ഉള്ളൂ. അല്ലാതെ സമസൃഷ്ടങ്ങളോട് സ്നേഹമോ കരുതലോ ഗിരിപ്രഭാഷണമൊന്നും അവരുടെ പഞ്ചായത്തിൽ പോയിട്ടില്ല. നിന്റെ മേൽമുണ്ടെടുത്ത പുതപ്പും വിട്ടുകൊടുക്കുക എന്നുള്ള തത്വമൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല. കാരണം അങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഈ തർക്കസൂത്രങ്ങൾ മാത്രമാണ് അധികം പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ തർക്കസൂത്രങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആളെ പിടിച്ചു നിർത്താമെന്നുള്ളതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തത്. അല്ലാതെ ഒരു ക്രിസ്തീയ മൂല്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ എങ്ങനെ പറയാൻ തോന്നി? ഹിന്ദുക്കൾ പോലും പറയുമോ അങ്ങനെ? യഹോവ പിശാചാന്ന് ഏതെങ്കിലും ഹിന്ദു പറയുമോ? അതായത് ഈ തീവ്രമായ ആൾക്കാരുണ്ടല്ലോ, ആ വർഗത്തിൽപ്പെട്ട അത്തരക്കാർ ഈ ക്രിസ്ത്യാനികൾ മതം മാറ്റും എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറയും. അവരെ ഏതെങ്കിലും വിധത്തിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മുറിവേൽക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അവർ സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതല്ലാതെ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊന്നും അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ക്രിസ്ത്യാനികൾ പറയുന്ന അവരുടെ ദൈവമാണ് യഹോവയായ ദൈവം, അങ്ങനത്തെ മോശമായ വാക്കുകളൊന്നും പറയാൻ പാടില്ലെന്ന്. അങ്ങനെ പറയണമെങ്കിൽ അവനൊരു ഓർത്തഡോക്സുകാരനായിരിക്കണം, അല്ലാത്തൊരുത്തിനും അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല ഒരു പെന്തിക്കോസുകാരൻ. ജഡികന്മാരായ പെന്തിക്കോസുകാർ ഒത്തിരി പേരുണ്ട്, മോശമായി നടക്കുന്നവരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നുമില്ല. എല്ലാം മാലാഖമാരൊന്നും അല്ലല്ലോ. നിരീശ്വരവാദികളെ കണ്ടിട്ട് നിരീശ്വരവാദികൾ പോലും അങ്ങനെ പറയാറില്ല. ഇപ്പോൾ നിരീശ്വരവാദികൾ ഈ ഓർത്തഡോക്സുകാരുടെ വാക്കുകൾ കേട്ടിട്ട് അവരും ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ പിശാചാന്നാണല്ലോ നിങ്ങളുടെ ആൾക്കാർ തന്നെ പറയുന്നതെന്ന്. നിങ്ങളുടെ ആൾക്കാരേതാ? അങ്ങനെയാണ് പൊതുവെ പുറത്തുള്ളവർ ചിന്തിക്കുന്നത്. പുറത്തുള്ളവരെന്താ പറയുന്നത്? കൈവെപ്പ് അവർക്കാണ്, പാരമ്പര്യം അവർക്കാണ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവർക്കാണ്, പിന്നെ എന്നാ സകലത്തിൻ്റെയും താക്കോൽ അവരുടെ കയ്യിലൊക്കെ അല്ലേ ഇരിക്കുന്നതെന്നാണ് പൊതുജനം ചിന്തിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെയോ ദൈവവചനത്തിൻ്റെയോ ഒരു താക്കോലും ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. അത് വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ചരിത്ര സത്യം. അതുകൊണ്ടാണ് പഴയ മാമോദീസ വെള്ളം വീണ ഞാൻ 2 അക്ഷരം കൂട്ടി പറയാൻ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ബൈബിളിനെക്കുറിച്ചോ യേശുക്രിസ്തുവിനെക്കുറിച്ചോ ഒന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പഴയൊരു ബിസിനസ്സുകാരനായിരുന്നു, ഒരു വ്യവസായിയായിരുന്നു. എൻ്റെ ബിസിനസ് പാർട്ട്ണർ ഓർത്തഡോക്സിലൊരു സീനിയർ പുരോഹിതനാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നൊന്നും ഒരിക്കലും ഞാനൊരു ദൈവവിശ്വാസത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഞങ്ങൾ അങ്ങനത്തെ ഒരു ടോപ്പിക്ക് സംസാരിക്കാറ് പോലും ഉണ്ടായില്ല. ഒരേ ഒരു തവണ മാത്രമേ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളൂ. ബൈബിളിനെ കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചു, അത് എങ്ങനെയോ എൻ്റെ വായിലങ്ങ് വന്നു. ഒരിക്കലും ഞങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോയെങ്കിലും ചോദിക്കാറുണ്ടായില്ല. അന്നൊരിക്കൽ ചോദിച്ചു ഒരു യാത്രയിൽ, ഈ ബൈബിളിനകത്തൊക്കെ വല്ല സത്യമുണ്ടോ, ഇതൊക്കെ വല്ലോ ഗൗരവമായ കാര്യമല്ലോ ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ
അത് എനിക്കന്ന് തന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു സനാതനമായ പുസ്തകം. മനുഷ്യരെല്ലാം വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഒരു വേലി, എല്ലാം തോന്നിവാസമായിട്ട് ജീവിക്കും. അതുകൊണ്ട് അവരെ പിടിച്ചിങ്ങനെ നിർത്താൻ പാകത്തിനുള്ള ഒരു വേലിക്കെട്ടാണിത്. അതിലപ്പുറം വേറെ എന്താ ഒന്നുമില്ല. എല്ലാ മതങ്ങൾക്കും ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലൊരു ഗ്രന്ഥം എന്നാ പറഞ്ഞത്. സന്ധ്യ കഴിഞ്ഞ് സൂര്യൻ അങ്ങനെ ചാഞ്ഞു തുടങ്ങിയ ഒരു സമയത്താണ് യാത്രയിൽ അത് പറഞ്ഞത്. ഇന്നും ഞാൻ ഓർക്കുക, ആ വല്ലാത്ത വർത്തമാനം എനിക്കങ്ങ് ബോധിച്ചു. കാരണം അന്ന് ഞാനൊരു ഗുണമില്ലാത്ത രീതിയിൽ ജീവിക്കുക, ദൈവമില്ല ദേവനുമില്ലാത്ത രീതിയിൽ ജീവിക്കുക. അപ്പോൾ അത് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കാനായിട്ട് പുള്ളിക്കാരൻ സഹായിച്ചു. അത് നല്ല കാര്യങ്ങൾ മനുഷ്യർ ഏറ്റെടുക്കില്ലല്ലോ, നല്ല കാര്യങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കില്ല, അല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുക്കും. അതകത്ത് ഏറ്റവും അകത്തുള്ള അറയെ തന്നെ സൂക്ഷിക്കും, ചാടി പോകാതിരിക്കാൻ പാകത്തിന്. അപ്പോൾ അങ്ങനെ അന്ന് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ കാലങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം പൊളിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം, ഒരു പെന്തിക്കോസുകാരൻ്റെയും പ്രസംഗം അവൻ്റെ ആശയങ്ങളോ ഒന്നും കേട്ടിട്ടല്ല ഞാൻ സത്യദൈവത്തെ കണ്ടെത്തിയത്. എൻ്റെ ഭവനാന്തരീക്ഷത്തിലേക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയും ആ ദൈവം എന്നോട് ഇടപെടുകയും ചെയ്തത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. ആ ദൈവിക സ്പർശനം കരം പിടിച്ച് എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, എൻ്റെ പാപം ക്ഷമിച്ചത്, എന്നെ സ്വതന്ത്രനാക്കിയത്, ഞാൻ ആത്മാവിൽ പുറത്തേക്ക് വരികയാണ്. ഒരു പുതുമനുഷ്യനെ പോലെ. ഒരു പെന്തിക്കോസുകാരനെ പോലും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന 2 പേരാണ്. ഒന്ന് പെന്തിക്കോസ്, 2 ഊദേശി വർഗം. ഞാനും കളിയാക്കിയിട്ടൊക്കെ ഉള്ളതല്ലേ, ഞാൻ ഈ കൂട്ടരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ 2 പേരെ അറിയാവൂ. ഇതിനകത്ത് ഇങ്ങനെ ഒത്തിരി തരംതിരിവുകൾ, പല ഗ്രൂപ്പ് ഉണ്ടെന്നോ, IPC ഉണ്ട്, KPCC ഉണ്ടെന്നൊന്നും ഒരു CC നമുക്കറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ മധ്യ കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. അവിടെ ഈ പറഞ്ഞ കൂട്ടത്തിനൊന്നും അധികം വേരോട്ടങ്ങളില്ല. തെക്കൻ സൈഡിൽ നല്ല വേരോട്ടങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ചർച്ചുകളൊക്കെ അപൂർവമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും പേരൊന്നും നമ്മളൊന്നും ശ്രദ്ധിക്കാൻ പോകാറില്ല. നമുക്കതിനൊന്നും നേരമില്ലെന്നേ. അത് എന്നാ പെന്തിക്കോസാണ്, അതിൻ്റെ പേരെന്നാ, ഇതൊന്നും നോക്കാൻ നമുക്ക് നേരമില്ല. നമുക്ക് 100 പഞ്ചായത്തുണ്ട്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ അതിനിടയിൽ അവിടെ നിന്ന് പിടിച്ചു. ഒരു ദമസ്കോസാണ് സംഭവിച്ചത്. വലിയ കാര്യങ്ങൾക്കാണ് പോകുന്നത്, വലിയ കാര്യങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം പിടിച്ച് കേട്ട് എല്ലാം ശരിയാക്കും എന്നുള്ള രീതിയിൽ. എന്നാൽ അവിടെ വെച്ച് തല കീഴ്ക്കണാൻ തൂക്ക് വീണെന്ന് പറഞ്ഞ പോലെയാണ് പൗലോസ് വീണത്. അതുപോലൊരു വീഴ്ചയായിരുന്നു. ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ച ചോദ്യം, നീ ആരാകുന്നു കർത്താവേ എന്നാണ്. നീ ആരാകുന്നു കർത്താവേ. അതേ ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെയാണ് മുന്നോട്ട് വന്നത്. സഹോദരങ്ങളെ, ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എത്രയോ മണിക്കൂറുകൾ നമ്മളുടെ ഈ മീറ്റിംഗ് തന്നെ ഒരു സബ്ജക്റ്റ് 2 വർഷത്തിലധികം നമ്മൾ സംസാരിച്ചു. ബൈബിളിൽ എബ്രായ ലേഖനം എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ. 66 പുസ്തകമാണോ, 76 പുസ്തകമാണോ, 86 ആണോ, അതൊന്നും ഒരു പിടിയില്ല. അങ്ങനെ ഒരു പഴയ കാലം. ആ കാലത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം മുന്നോട്ട് നയിച്ച് തൻ്റെ കൃപയെ അനുഭവിക്കുവാൻ, ആ കൃപ ആവോളം അനുഭവിക്കുകയാണ്. ആ കരുതലും, ആ സ്നേഹവും, ആ നടത്തിപ്പും, ആ സാന്നിധ്യവും സാമീപ്യവും, ആ സ്പർശനവും അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇന്ന് ആത്മാവിൽ അധികാരത്തോടെ ദൈവവചനം പറയാനുള്ള പ്രാഗൽഭ്യം തന്നിരിക്കുക. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് പറയുന്നത്, എന്തുകൊണ്ട് സുവിശേഷം അറിയിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ സുവിശേഷം അറിയിച്ചില്ല? ഇന്ത്യ മഹാരാജ്യത്ത് സുവിശേഷം എവിടെയാണ് അറിയിച്ചത്? ആരോടാണ് അറിയിച്ചത്? നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ചില ആളുകൾ സുവിശേഷത്തെക്കുറിച്ച് ഇപ്പോൾ കൊണ്ടുവരുന്ന പുതിയ വ്യാഖ്യാനം വായിച്ചു കേൾപ്പിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. ആ പറയപ്പെട്ട വാക്യം ഈ ഗ്രൂപ്പിലൊക്കെ പെട്ട ആളുകൾ സമൃദ്ധമായി വളച്ചൊടിക്കുകയാണ്, മറിച്ച് കളയുകയാണ്. സഹോദരങ്ങളെ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുണ്ട് ദൈവകൃപയുടെ സുവിശേഷം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അതിന് ഇവർ പറയുന്ന വേർഷൻ എന്താണെന്നറിയാവോ? ഇവർ പറയുന്നത് സർവ്വലോകത്ത് സുവിശേഷം എത്തി, ഇനി ആരോടും സുവിശേഷം പറയണ്ട എന്നാണ്. ഒത്തിരി പണ്ഡിതന്മാരുണ്ട് ഇവരുടെ ഇടയിലൊക്കെ.
ഇപ്പം നമ്മൾ ഈ കേട്ട അച്ഛനൊരു മര്യാദക്കാരനും മാന്യനുമാണ്, അതുകൊണ്ട് അദ്ദേഹം സാമാന്യ മര്യാദയിൽ ഇരുന്ന് സംസാരിക്കുന്നു. ചിലരൊന്നും അങ്ങനെയല്ല, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊന്നും അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ സൗമ്യമായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്. അവരുടെ രീതികളൊക്കെ വേറെയാണ്, സ്വഭാവം വേറെയാണ്, നയിക്കുന്ന സ്പിരിറ്റ് വേറെയാണ്. അതാണ് വിഷയം. ആ ഉഗ്രഭാവത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം അതാണ്. എനിവേ, ഇവർ പറയുന്നത് സർവ്വലോകത്തിൽ സുവിശേഷം എത്തി, ഇനി സുവിശേഷം അറിയിക്കേണ്ട. ഇവരുടെ തലയിൽ ഇങ്ങനെ ഒരു കാര്യം വരണമെങ്കിൽ ഇത് ഏതെങ്കിലും കാലത്ത് അപ്പനപ്പന്മാരായിട്ടോ എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ച് വാമൊഴിയായി കേട്ടതൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ തലയിൽ വരുമോ? ഇങ്ങനെയൊന്നും വരാൻ സാധ്യത കുറവാണ്. എവിടെയെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം. നമ്മൾ നോക്കുമ്പോൾ, പ്രായോഗിക തലത്തിലേക്ക് നോക്കുമ്പോൾ അത് അന്വർത്ഥമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അത് അന്വർത്ഥമാകുന്ന രീതിയിലാണ്. നമ്മൾ നോക്കുമ്പോൾ ഓർത്തഡോക്സിലെ ഒരു അച്ഛനും സുവിശേഷമായിട്ടെന്നാൽ ഹിമാചൽ പ്രദേശിലേക്കൊന്ന് പോയേക്കാം. അങ്ങനെ ആരും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പരുമല സെമിനാരിന്നോ ചുങ്ക സെമിനാരിന്നോ പിന്നെ വെട്ടിക്കൽ സെമിനാരിയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിന്നൊന്നും പഠിച്ചിറങ്ങുന്ന കുഞ്ഞാടുകൾ 10-12 വർഷമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. പഠിച്ചൊക്കെ ഇറങ്ങി വന്നിട്ട് ഇവരാരും ഈ ഭൂലോകത്തിലെമ്പാടും പോയി സുവിശേഷം അറിയിക്കണം എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയും മറ്റ് അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന മാതൃകയും ഒന്നും വെച്ച്, ഏറ്റവും വലിയ മാതൃക തോമസ് ലീഗയാണല്ലോ. നമ്മൾ ഒന്നാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് തോമസ് ലീഗയാണല്ലോ. മലയാളക്കരയിൽ തോമാസിൻ്റെ സഭയാണല്ലോ മലയാളക്കരയിലുള്ളത്. അപ്പോൾ ആ തോമസ് ലീഗ് എത്ര കാലം അകലെയാണ് വന്നിരിക്കുന്നത് സുവിശേഷമായിട്ട്. അപ്പോൾ അദ്ദേഹം കാണിച്ചു തന്നൊരു മാതൃകയില്ലേ, അതിൻ്റെ പകുതി ദൂരമെങ്കിലും നമ്മൾ സുവിശേഷമായിട്ട് കടന്നു പോകണ്ടേ? അദ്ദേഹം ഇവിടെ വന്ന് തന്നെ സെമിനാരി സ്ഥാപിക്കാൻ വന്നാണോ? അദ്ദേഹം മലയാളക്കരയിൽ വന്നത് കോട്ടയത്ത് ചുങ്ക സെമിനാരി സ്ഥാപിക്കാൻ വന്നാണോ? അത് പരുമല സെമിനാരി സ്ഥാപിക്കാൻ വന്നാണോ? അത് കോലഞ്ചേരിയിൽ ആശുപത്രി പണിയാൻ വന്നാണോ? അത് പത്തനംതിട്ടയിൽ കാതോലിക്കേറ്റ് കോളേജ് പണിയാൻ വന്നാണോ തോമസ് ലീഗ? തോമസ് ലീഗ വന്നെങ്കിൽ അദ്ദേഹം സുവിശേഷമായിട്ട് വന്നെന്നല്ലേ പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കേട്ടുപഠിച്ച മലങ്കരയിലെ കുഞ്ഞാടുകൾ എന്തുകൊണ്ട് സുവിശേഷമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യയുടെ ബൗണ്ടറി വിട്ട് പോണ്ട, ഇന്ത്യ മഹാരാജ്യത്ത് ആ സുവിശേഷമായിട്ട് എന്തുകൊണ്ട് കടന്നുപോയില്ല? കാലങ്ങൾക്ക് ശേഷം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ആ സുവിശേഷവുമായിട്ട് ആവലോടെ കടന്നുപോയി. ആത്മാക്കൾ വിടുവിക്കപ്പെടണം, വ്യക്തികൾ ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന ആഗ്രഹത്തിൽ പലതരം കഷ്ടനഷ്ടങ്ങളും ഉപദ്രവങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഏറ്റുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ മണ്ണിലെമ്പാടും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അത്തരക്കാരെയൊക്കെ കളിയാക്കുകയും അത്തരക്കാരെ കളിയാക്കാവുന്നതിൻ്റെ മാക്സിമം കളിയാക്കും. അതിന് തന്നെ ഒരു ഡോക്ടറേറ്റ് ഇവരെടുത്തിട്ടുണ്ട്. ഈ സുവിശേഷം അറിയിക്കുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കളിയാക്കാൻ എന്തോ സ്പെഷ്യൽ കോച്ചിങ് ഇവരുടെ വിശ്വാസികൾക്ക് ഇവർ കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. വേറെ കൂട്ടങ്ങളിലുള്ള ആളുകളൊക്കെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെയുണ്ട്. ഇതാ പരിധികളെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കളിയാക്കലുകളിൽ, പരിഹസിക്കലുകളിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ. സുവിശേഷം അറിയിച്ചിട്ടില്ല, കാരണമായി ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. സർവ്വലോകത്തിൽ സുവിശേഷം എത്തി, ഇനി അതുകൊണ്ട് ആരെയും സുവിശേഷം അറിയിക്കേണ്ട. ഇനി ചില അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയൊക്കെ പ്രസംഗം ഈ കൂട്ടത്തിൽ കേൾപ്പിക്കേണ്ടതാ. അതൊക്കെ കേൾപ്പിക്കുമ്പോൾ അവരുടെ ഈ വാക്യങ്ങളോടൊക്കെയുള്ള അവരുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അത് ഏതൊരുവനും ആകട്ടെ, ഏതൊരുവനും കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സകല മനുഷ്യരുടെയും രക്ഷ പൂർത്തിയായിരിക്കുന്നു. നമ്മളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതെന്ന്. പക്ഷേ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാത്തോടത്തോളം കാലം സകല മനുഷ്യർക്കും അത് അനുഭവിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് നമ്മുടെ ഭാഷ്യം. പക്ഷെ ഇവരങ്ങനെയല്ല പറയുന്നത്. നീ വിശ്വസിച്ചാലും കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിലും കൊള്ളാം. ഈ ഭൂമിയും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ മാറ്റി പുതിയ ഭൂമിയും സംവിധാനങ്ങളൊക്കെ കർത്താവ് കൊണ്ടുവരുന്ന സമയത്ത് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും കർത്താവ് അങ്ങ് രക്ഷിച്ചുകൊണ്ട് പോകും. അപ്പം നരകത്തിൽ ആരെ ഇടും? ഞാനൊരു കോറപ്പിസ്കോപ്പയോട് ചോദിച്ചതാ. നമ്മുടെ ബഹുമാനായ അച്ഛൻ കോറപ്പിസ്കോപ്പയാ. അദ്ദേഹത്തെ പോലെ ഒരു കോറപ്പിസ്കോപ്പയോട്, എറണാകുളം ജില്ലക്കാരനായ പ്രസിദ്ധനായ ഒരു കോറപ്പിസ്കോപ്പയോട് ഡയറക്റ്റ് ചോദിച്ചതാണ് ഈ ചോദ്യങ്ങളൊക്കെ. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാന്നറിയാവോ? എടോ, നിങ്ങൾ ഈ നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറയാതിരിക്കാവോ? നിങ്ങൾക്ക് ദൈവ സ്നേഹമാണെന്ന് പ്രസംഗിച്ചാൽ പോരെ. എന്നോട് പറഞ്ഞതാ. ദൈവ സ്നേഹമാണ്, അപ്പോൾ തന്നെ അതിന് മറുതലയുണ്ടല്ലോ. ദൈവ സ്നേഹമാണ്, അപ്പോൾ തന്നെ അതിൻ്റെ മറുവശമുണ്ടല്ലോ. എന്താ മറുവശം? അവൻ നീതിപതിയായ ന്യായാധിപതിയാണ്, ന്യായം വിധിക്കുന്നൊരു ദൈവമല്ലേ. അപ്പം പുള്ളി ചാടി പറഞ്ഞു, ന്യായം വിധിക്കുന്ന ആരെയാ? സാത്താനെയാ ന്യായം വിധിക്കുന്ന, മനുഷ്യരെയല്ല. മനുഷ്യരുടെ മേലുള്ള ശിക്ഷാവിധി കഴിഞ്ഞു, അത് ക്രിസ്തു ഏറ്റെടുത്തു. ഇനി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായമായി വിധിക്കുന്നൊരു ദിവസമുണ്ട് എല്ലാ മനുഷ്യരെയും. അതാരൊക്കെയാ? അത് ദാവൂദ്, ഇബ്രാഹിം, ടൈഗർ മേമൻ,
മുസോളിനി, ഹിറ്റ്ലർ, പിന്നെ വീരപ്പൻ, എല്ലാവരും നമ്മളൊക്കെ കൂടുക കൂടെ എല്ലാ മനുഷ്യരെയും കർത്താവ് ന്യായം വിധിച്ചിട്ട് അവരവരുടെ ജീവിതത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്ന് എല്ലാവരും ശരി പൊക്കോ. അപ്പോൾ പിന്നെ ഈ ശിക്ഷാവിധി ന്യായവിധി എന്നൊക്കെ പറയുന്നത് അത് സാത്താനെയും അവൻ്റെ കിങ്കരന്മാരെയുമാണ് നരകത്തിലിടുന്നത്. മനുഷ്യനെ ഇടാനല്ല നരകം. പെന്തിക്കോസുകാരാ, നീ മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടോ എന്നാണ് പറഞ്ഞത്. നരകം എന്ന് പറയുന്നത് അത് ഒരളവിൽ നമ്മളും ആഗ്രഹിക്കുന്ന കാര്യം. ഒരു മനുഷ്യനും അങ്ങോട്ട് പോകരുത്. നരകത്തിലേക്ക് എന്തിനാണ് മനുഷ്യൻ പോകുന്നത്? പോകേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് യേശു ക്രിസ്തു എല്ലാവരുടെയും രക്ഷ സാധിപ്പിച്ചു കഴിഞ്ഞല്ലോ. അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് എല്ലാവരും ആ നിത്യരക്ഷയുടെ ഭാഗമായി, അവൻ്റെ നിത്യരാജ്യത്തിൻ്റെ ഭാഗമായി നിത്യതയിൽ ഒരുമിച്ച് സൃഷ്ടാവിനോടുകൂടെ ഇരിക്കാമല്ലോ. നടപടിയില്ലാത്ത കാര്യമാണ്. എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ടോ? കയറിട്ട് കെട്ടിവലിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാലും ചിലർ വരില്ല. എന്നോട് എൻ്റെ ബന്ധുക്കളും സ്നേഹിതരും ചാർച്ചക്കാരുമായ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ, ഏറിയ പങ്ക് ഓർത്തഡോക്സുകാരാ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ അവരിൽ പലരും ഇങ്ങനെ സംസാര മധ്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ, അതെ നിൻ്റെ ആ സ്വർഗത്തിലേക്ക് നീ പൊക്കോ, ഞങ്ങൾ കുറച്ച് പേര് നരകത്തിലേക്ക് പൊക്കോളാന്ന്. തമാശയാണോന്ന് ചോദിച്ചാൽ അങ്ങനെ തമാശയൊന്നുമല്ല. തമാശ അങ്ങനെയാണോ പറയുന്നത്? നരകത്തിൽ പൊക്കോളാന്നാണോ തമാശ പറയുന്നത്? തമാശ എന്തെല്ലാം പറയാനുണ്ട് നമുക്ക്, അല്ലേ? പല കാര്യങ്ങളും തമാശ പറയാനുണ്ട്. പക്ഷെ ഈ കാര്യം തമാശയാണോ? അപ്പോൾ ഇത് തമാശയൊന്നുമല്ല. നോക്കണം, ഇത്രയും സമയം മുന്നോട്ട് പോയി. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? 15-ാം വാക്യത്തിൽ. 16-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടില്ല, 17-ലേക്ക് നമ്മൾ ചൂട് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അനവധി കാര്യങ്ങൾ പറയാനുണ്ട് സഹോദരങ്ങളെ. നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. അതാണ് അച്ഛൻ ഇടയ്ക്കൊരു മെസ്സേജിൽ പറഞ്ഞത്, അങ്ങേര് എന്തൊക്കെയോ കഥകൾ പറയുന്നു, അമ്പും തുമ്പും ഇല്ലാത്ത എന്തൊക്കെയോ കഥകൾ പറയുന്നു, എവിടെന്നൊക്കെയോ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. അതായത് അന്ന് അദ്ദേഹം പറയുമ്പോൾ വളരെ സമഗ്രമായി വചനം വ്യാഖ്യാനിക്കുകയായിരുന്നു, വചനം വിശദീകരിക്കുകയായിരുന്നു. അത് കേട്ടിട്ടാണ് പറഞ്ഞത് കഥ പറയാമെന്ന്. ഇന്നിപ്പോൾ ഞാൻ അധികം വചനമൊന്നും പറഞ്ഞില്ല. ഇത് കേട്ട ഉറപ്പായിട്ടും പറയാം, എന്തൊക്കെയോ കഥകൾ പറയുന്നു, ചരിത്രം അറിയില്ല, അതറിയില്ല ഇതറിയില്ല എന്നൊക്കെ ഒത്തിരി പറയാനായിട്ട് ചിലപ്പോൾ പരിശ്രമിക്കുമായിരിക്കും. എനിവേ, അപ്പോൾ 15-ാം വാക്യം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുവിശേഷം ഭൂതലം മുഴുവനും അറിയിക്കണം. സുവിശേഷം അറിഞ്ഞ ഒരുവനാണ് അറിഞ്ഞ് മാമോദീസയ്ക്ക് ഇറങ്ങേണ്ടത്. ഇതാണ് എൻ്റെ ഭാഷ്യം. കേൾക്കണം, സുവിശേഷം ഒരുവന് അറിഞ്ഞ് കൈക്കൊള്ളണം, അതൊരുവനെ അറിയിക്കണം. അറിഞ്ഞ ഒരുവൻ അറിഞ്ഞ് കൈക്കൊള്ളണം. അങ്ങനെ കൈക്കൊണ്ടവൻ അറിഞ്ഞിറങ്ങണം, തുനിഞ്ഞിറങ്ങണം. അതങ്ങ് അറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വൻ പരിവർത്തനം ഉണ്ടാകുന്നത്. വൻ പരിവർത്തനം. ഈ രണ്ട് സംവിധാനങ്ങളെ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ, ഞാനും പണ്ടങ്ങനെ കുറച്ച് ഒഴിച്ചതാ, കാര്യമായിട്ട് പിന്നെ ഒഴിക്കാൻ പറ്റിയില്ല, വേറെ ശ്രദ്ധയായി പോയതുകൊണ്ട് ആ വഴിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പുതിയൊരു രാസപ്രവർത്തനം അവിടെ കാണാം, ഒരു പുകയൊക്കെ വരുന്ന കാണാം, അല്ലേ? ഒരു പുകയൊക്കെ വരുന്ന കാണാം. എന്ന് പറഞ്ഞ പോലെ ആ സുവിശേഷം അങ്ങ് കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനം സമൂല പരിവർത്തനമാണ്. ആൾ മാറിയവനെ പോലെയാകുകയാണ്. പാഴുശൂന്യമായൊരു ജീവിതത്തിന് മേലാണ് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത്. അവിടെ വൻ കാര്യങ്ങളാണ് നടക്കുന്നത്. അത് അടുത്ത ദിവസം നമ്മൾ വിശദീകരിക്കും. പാഴുശൂന്യമായൊരു ജീവിതത്തെ പുനഃക്രമീകരിച്ച് ഫലദായകമായ നിലയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പറയാനുണ്ട്. അതിന് ഇന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് അത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം കൈക്കൊള്ളണം. സുവിശേഷം കൈക്കൊണ്ട വ്യക്തി തന്നെ രക്ഷിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കണം, അഥവാ മാമോദീസ ഏൽക്കണം. തന്നെ രക്ഷിച്ചവനോട് ചേരുവാൻ മാമോദീസ ഏൽക്കണം. ഇതിനിടയിൽ പറയട്ടെ, നമ്മുടെ ചില പെന്തിക്കോസ് സഹോദരന്മാർ അച്ഛൻ്റെ മെസ്സേജിനടി വന്ന് കമൻ്റ് എഴുതുന്ന കണ്ടു, നിങ്ങൾ ഈ മാമോദീസയല്ല നിങ്ങൾക്ക് സ്നാനപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ച്. സഹോദരങ്ങളെ, ലജ്ജാകരമായ കാര്യമാണ് കേട്ടോ. അച്ഛൻ ഊറി ഊറി ചിരിച്ചു കാണും, ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരാണോ ഇവരുടെ കൂട്ടത്തിലുള്ളതെന്ന്. അതായത് മാമോദീസ എന്ന് പറയുന്ന ഒരു സിറിയക് വേർഡാണ്. അതിൻ്റെ സെയിം മലയാളത്തിൽ നമ്മൾ പറയുന്നത് സംസ്കൃതത്തിൽ നിന്നോ മറ്റോ ഉത്ഭവിച്ചു വന്നൊരു വാക്കാണ് സ്നാനം എന്ന് പറയുന്നത്. രണ്ടും ഒരേ കാര്യമാണ്. രണ്ടും ഇംഗ്ലീഷിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരേ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന് തത്തുല്യമായ വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പല ഭാഷയിൽ ഇത് ഉപയോഗിക്കും. ഞങ്ങൾ സ്നാനം എന്ന് മാത്രമേ പറയൂന്ന് വാശി പിടിക്കരുത്. ആ സമൂഹം അവർ മാമോദീസ എന്ന് പറയുന്നത് അവർ കൂടുതൽ സുറിയാനി വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. സുറിയാനിയിലാണ് അവർ കൂടുതൽ സംസാരിക്കുന്നതൊക്കെ. കാരണം എന്തെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അപ്പോസ്തലന്മാരൊക്കെ അരാമിക് ഭാഷയിൽ സംസാരിച്ചിരുന്നു. അരാമിക്കിൻ്റെ മോഡേൺ വേർഷനാണ് സിറിയക്ക് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്.
അപ്പോൾ അതൊക്കെ ഭാഷയുമായി ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങളുണ്ട്. തർക്കവാദങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് അവർ മാമോദീസ എന്ന് കൂടെ പറയും. നമുക്ക് വിരോധമില്ലെന്നേ നമ്മൾ അങ്ങനെ തന്നെ പറയും, കുഴപ്പമൊന്നുമില്ല. അതേസമയം ചില ഓർത്തഡോക്സുകാർ അവർ വന്ന് നമ്മുടെ ഇതിൻ്റെയൊക്കെ അടിയിൽ കമൻ്റ് എഴുതും, നിങ്ങൾക്ക് മാമോദീസ ഇല്ലല്ലോ, നിങ്ങൾക്ക് സ്നാനമല്ലേ ഉള്ളൂ എന്ന്. രണ്ട് കൂട്ടരെ ഓർത്ത് ഞാനും അച്ഛനും ദുഃഖിക്കുന്നു, അത്ര തന്നെ. അച്ഛൻ്റെ ദുഃഖത്തോട് ഞാനും പങ്കുചേരുന്നു, എൻ്റെ ദുഃഖത്തോട് അച്ഛനും പങ്കുചേരുക. ഈ പെന്തിക്കോസുകാർ എന്ന് നന്നാവുമോ, ഈ ഓർത്തഡോക്സുകാർ എന്ന് നന്നാവുമോ? അപ്പം സുവിശേഷം കൈക്കൊണ്ടവൻ എന്ത് ചെയ്യണം? അവൻ വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. രക്ഷിച്ചവനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത്. ഗംഭീരമായ കാര്യമാണ്. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ആ കാര്യങ്ങളെ നമുക്ക് വിശദമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആഴം പരിശോധിക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമോ മുതിർന്നവർക്ക് കൊടുക്കണമോ തർക്കം കിടക്കുക കേട്ടോ. അതൊന്നും നമ്മൾ പുറത്തെടുത്തില്ല. ഈ 5ാമത്തെ ചോദ്യത്തിൽ മാത്രം നിന്നിട്ടാണ് ഇത്രയും മുന്നോട്ട് പോയത്. അപ്പോൾ അവിടുത്തെ ചോദ്യം എന്താ? സ്നാനത്തിന് മാത്രം മതിയോ വിശ്വാസം? അത് കഴിഞ്ഞാൽ വിശ്വാസമൊന്നും വേണ്ടെന്ന ചോദ്യം. അതിൻ്റെ ഉത്തരം പറഞ്ഞു വന്നപ്പോഴാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വിവിധങ്ങളായ വിഷയങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടന്നു പോയി ഒടുക്കം നമ്മൾ അവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. 15ാം വാക്യം നമ്മൾ ഊന്നിക്കഴിഞ്ഞു. സുവിശേഷം ഗൗരവമാണ്, നിർബന്ധം കിടക്കുകയാണ്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അയ്യോ കഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കഷ്ടവുമില്ല, നഷ്ടവുമില്ല, ഒരു മാനവുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 2000 കൊല്ലമായിട്ട് എങ്ങും ഒന്നും അറിയിച്ചിട്ടില്ല. ജീവിതം കൊണ്ടും അറിയിച്ചില്ല, സംസാരം കൊണ്ടും അറിയിച്ചില്ല. ജീവിതം കൊണ്ട് അറിയിക്കുന്നത് മാന്നമംഗലത്തൊന്ന് പോയാൽ മതി, കോതമംഗലത്തൊന്ന് വന്നാൽ മതി, ഓടക്കാലിലൊന്ന് വന്നാൽ മതി, വരിക്കോലിലൊന്ന് വന്നാൽ മതി. പിന്നെ എവിടെയാ? മരോട്ടിച്ചോടിൽ. എൻ്റെ അമ്മോ, ആ ചവപ്പെട്ടിന്ന് ചവ ഉരുണ്ടുരുണ്ട് പോകുന്ന കാണണം. അതിൻ്റെയൊക്കെ വീഡിയോ കിട്ടിയായിരുന്നെങ്കിൽ. ഏഷ്യാനെറ്റിൻ്റെ ആർക്കൈവ്സിലുണ്ടത്. ഏഷ്യാനെറ്റിൻ്റെ ആർക്കൈവ്സിൽ ഇടയ്ക്കിടയ്ക്ക് അവരത് കാണിക്കും. നമ്മുടെ തൃശ്ശൂർ മെത്രാൻ യുഹനന്മാർ മിലിത്തിയോസ്, സഖാവ് മിലിത്തിയോസിനെ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ ഓർത്തഡോക്സുകാരൻ വിനു വി ജോൺ അത് കാണിക്കുന്നത് കണ്ടായിരുന്നു. ശവം തെറിച്ച് പോകുന്നത്. അങ്ങനെ സുവിശേഷം മലയാളക്കരയിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ക്രിസ്ത്യാനികളെല്ലാം കൂടി ഒരു കൂട്ടർ മുമ്പോട്ട് തിരിഞ്ഞു നിൽക്കണോ, ഒരു കൂട്ടർ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കണോ, അങ്ങനെ എല്ലാവരും കൂടെ. പെന്തിക്കോസുകാരുടെ സംഭാവനയും ഞാനൊന്നും അതിലേക്കൊക്കെ ഞാൻ വരാൻ കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്വയംവിമർശനത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, തിരുത്തേണ്ട ഭാഗങ്ങളെക്കുറിച്ച്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനായിട്ട് തൻ്റെ ഇടമുണ്ടോ? എൻ്റെ ചോദ്യമാണ്. ഇപ്പോൾ ഒന്നും പറയണ്ട, ഞാനീ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞാൽ മതി. തൻ്റെ ഇടമുണ്ടോ? ഞാൻ ഗിരിപ്രഭാഷണമായിട്ട് വരും. 934 ഭരണഘടനയും നരിമാനെയും പിന്നെ പരാശരനും നരിമാനൊക്കെ ആരാ? സുപ്രീം കോടതി വക്കീലന്മാർ കൃഷ്ണയർ ജഡ്ജിയൊക്കെ അവരൊക്കെ രംഗത്തിരിക്കുമ്പോൾ ഗിരിപ്രഭാഷണമായിട്ട് ഞാൻ വരും. മേൽമുണ്ടെടുക്കുന്നവന് പുതപ്പും വിട്ടുകൊടുക്കുക, ചലഞ്ചുമായിട്ട് വരും. തൻ്റെ ഇടമുണ്ടോ? അതേ ചോദ്യം തിരിച്ച് എന്നോടും ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു 3-4 എണ്ണം തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന്. എടുക്കാൻ ഞാൻ ഉന്മാനം എടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നുള്ള വാക്യമുണ്ടല്ലോ. ആ വാക്യം എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതിന് മറുപടി ഞാൻ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെന്നേ. ഞാനൊരു 3-4 മാസം മുമ്പ് തന്നെ ആ വാക്യമൊക്കെ എടുത്തൊരു 4-5 എപ്പിസോഡ് സമഗ്രമായി പ്രസംഗിച്ചിരിക്കുക. പെന്തിക്കോസുകാരെ എല്ലാം വിരളി പിടിപ്പിച്ചിട്ടിരിക്കുക. പിന്നെയാണോ ഓർത്തഡോക്സുകാരുടെ നടുവിൽ പറയാൻ ഭയം? ഒരു ഭയവും ഇല്ല. പറയുന്ന കാര്യങ്ങളോടൊക്കെ നീതി പുലർത്താൻ കഴിയുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. അത്തരം കാര്യങ്ങൾ പറയും. നമുക്ക് നമ്മുടെ മെസ്സേജിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. അപ്പോൾ വിശ്വാസ സ്നാനം അപ്പോൾ 15ാം വാക്യത്തിലെ സുവിശേഷം കൈക്കൊള്ളുക, 16ാം വാക്യത്തിൽ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുക, 17ാം വാക്യത്തിലാണ് കീറാമുട്ടി കിടക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നുള്ളതാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. അതിനെന്താ സംശയം? സംശയിക്കേണ്ട കാര്യമുണ്ടോ? ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 10-30 വർഷം മുന്നോട്ട് പോയതിന് ശേഷം ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫിലിപ്പിൻ്റെ കൈസരയിലുള്ള തടവറയിൽ പൗലോസ് കാരാഗ്രഹസ്ഥനായിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പോകുന്ന പോക്കിൽ, ആ യാത്രയിൽ ഈശാനമൂലൻ അടിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു, അവരുടെ പടക് തകരുന്നു. പിന്നീട് അവരൊരു ദ്വീപിലേക്ക് നീന്തി കയറുന്നു. ആ ദ്വീപിൻ്റെ പേരാണ് മെലീത്ത അഥവാ ഇന്നത്തെ മാൾട്ട. ആ ദ്വീപിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ വെച്ച് ചില കാര്യങ്ങൾ നമുക്കറിയാം. അവർ വിറക് കൂട്ടിയിട്ട് ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിറകിനിടയിൽ നിന്ന് ഒരു പാമ്പ്, സർപ്പം പൗലോസിൻ്റെ കയ്യിൽ കടിച്ചു. ആ സർപ്പത്തെ പൗലോസ് കുടഞ്ഞു കളഞ്ഞു. അച്ഛൻ ചോദിച്ചതുപോലെ തന്നെയാണ് മെലീത്തക്കാരൊക്കെ പറഞ്ഞത്. അച്ഛൻ്റെ അതേ ചോദ്യമാണ് മെലീത്തക്കാർക്കും. പാമ്പ് കടിച്ചാൽ പോക്കാന്നാണ് അവർ പറയുന്നത്. നീതിദേവി ഇവനെ ഇവിടെ വിടുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പൗലോസിനൊരു ഹാനിയും വന്നില്ല. ഒന്നും വന്നില്ല. ആ പറഞ്ഞ കാര്യത്തിന് 2000 വർഷത്തിന് ശേഷമല്ലല്ലോ പറയേണ്ടത്.
അത് ആ തുടക്ക കാലഘട്ടത്തിലാണല്ലോ പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാലത്തിലേക്ക് വരാം. തുടക്കകാലത്തിൽ പത്രോസിലാകട്ടെ, പൗലോസിലാകട്ടെ, അപ്പോസ്തലന്മാരിലാകട്ടെ, ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരിലാകട്ടെ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നേ. പല കാര്യങ്ങളും പലപ്പോഴും കർത്താവ് അവർക്ക് വിടുതൽ കൊടുത്തിട്ടുണ്ട്. അത്ഭുതകരമായ വിടുതൽ, അത്യത്ഭുതകരമായ വിടുതലുകൾ. എന്നാൽ അവരിൽ ബഹുഭൂരിപക്ഷം പേരും രക്തസാക്ഷികളാകുകയാണ് ചെയ്തത്. പാമ്പിൻ്റെ കടിയിൽ നിന്നൊക്കെ രക്ഷിച്ചെങ്കിലും റോമൻ വാള് പിന്നത്തേതിൽ കഴുത്തിലൂടെ കടന്നുപോയി. അവിടെ വിടുതൽ കിട്ടിയില്ല. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിനെയൊന്നും കൊഞ്ഞനം കുത്തി കാണിക്കാൻ നമ്മൾ ആരുമല്ല. അതിന് നേരെയൊന്നും കൊഞ്ഞനം കുത്തി കാണിക്കേണ്ട കാര്യം നമുക്കില്ല. ഇനി വിഷം കുടിക്കുന്ന കാര്യം, അതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് സൂക്ഷ്മം എനിക്കറിയില്ല. വചനത്തിൽ അങ്ങനെ അധികം കാര്യങ്ങളില്ല. എന്നാൽ ഈ കാലത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. പല ദൈവദാസന്മാരുടെ ചരിത്രവും എനിക്കറിയാം. അതായത് ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ സത്യവചനത്തിന് വേണ്ടി നിന്ന പോരാളികളായ അപ്പസ്തോലന്മാരുണ്ട്. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം ചെയ്യുന്നത് ഞാൻ കണ്ണാലെ കണ്ടിട്ടുള്ള മനുഷ്യനാണ്. കണ്ണാലെ കണ്ടിട്ടുണ്ട് വീര്യപ്രവൃത്തികൾ. അതിൽ ചില ദൈവദാസന്മാരുടെ ചരിത്രം പറയുമ്പോൾ അവർ കടന്നു ചെന്ന ദേശത്ത് അവരെ അപായപ്പെടുത്തുവാൻ വേണ്ടി ശത്രുക്കളായ മനുഷ്യർ അവർക്ക് പലതിലും വിഷം കൊടുത്തിട്ടുണ്ട്. പലതിലും പാലിൽ കൊടുത്തിട്ടുണ്ട്, തൈരിൽ കൊടുത്തിട്ടുണ്ട്, പായസത്തിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പലതിലും കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഉറ്റുനോക്കിയിട്ടുണ്ട്. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇവൻ പിടഞ്ഞു വീഴുമെന്നുള്ള നിലയിൽ ഒരു പിടച്ചിലും പിടഞ്ഞില്ല. അവരെല്ലാം കർത്താവ് വെച്ച സമയം വരെ ഓടി അവരുടെ വേല തികച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് അവരൊക്കെ മാറ്റപ്പെട്ടു പോയത്. മൺമറഞ്ഞു പോയ പിതാക്കന്മാരുണ്ടങ്ങനെ. 17-ാം വാക്യമൊന്നും തമാശയല്ല, അതൊക്കെ സംഭവിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ ആത്മീയ വശത്തിലേക്ക് വരികയാണ്. അത് ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒടുവിലത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. അതായത് 19-20 വാക്യങ്ങൾ. ഈ 16-ാം വാക്യം ഉള്ളോ എന്നാണ് ചോദ്യം, 17 ഇല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് മറുപടിയാണ് നമ്മൾ പറയുന്നത് 17 നിൽക്കില്ലെന്നേ. 18, 19, 20 ഒക്കെ അങ്ങ് എടുക്കുക. നമ്മൾ ഒന്നും വിട്ട് കളയുന്നില്ല, മുഴുവനും എടുക്കുകയാണ്. 18 പറയുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ് പറഞ്ഞത്. അതിനോടനുബന്ധിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്, നിന്ന് പറയാനുണ്ട്. ഇന്നൊരു ദിവസം പറയാനുണ്ട്. 18-ാം വാക്യത്തിൽ നിന്ന് പറയാനാണെങ്കിൽ ഇന്നൊരു ദിവസം പറയാനുണ്ട്. പക്ഷേ അത്രയ്ക്കും കടന്നു പോകുന്നില്ല. 19-20 വാക്യത്തിലേക്ക് വരാം. ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളി ചെയ്ത ശേഷം എന്താ അരുളപ്പാട്? ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. സുവിശേഷം കൈക്കൊണ്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മാമോദീസ ഏൽപ്പിക്കണം. അതാണ് അരുളപ്പാട്, കമാൻഡ് അതാണ്. അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലഭാഗത്തിരിക്കുന്നു. ഇന്ന് പിതാവിൻ്റെ വലഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അടുത്ത വാക്യം, 20-ാം വാക്യം. അവർ പുറപ്പെട്ട്, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ശിഷ്യന്മാർ പുറപ്പെടുകയാണ്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അതായത് അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന മേഖലകളിലെല്ലാം അവർ പ്രസംഗിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നു അത് ആ കാലത്തേക്ക് മാത്രമുള്ളതാണ്, ഈ കാലത്തേക്കുള്ളതല്ല. ഈ കാലത്തേക്കില്ല. ഈ കാലത്ത് പ്രസംഗം വേണ്ട. അടുത്തത്തെ കാണുന്നത്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ഓർഡർ കിട്ടിയവരെ, മഹാരാജാവിൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഓർഡർ കിട്ടിയവരെ ഓർഡർ കൈക്കൊണ്ടതിന് ശേഷം അതിനെ അനുസരിച്ചുകൊണ്ട് അവർക്ക് കടന്നു പോകാവുന്ന ഇടങ്ങളിലൊക്കെ കടന്നു ചെന്നവർ സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങളെന്താ പറയുന്നത്? അത് ആ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, ഈ കാലത്ത് പ്രസംഗിക്കേണ്ടെന്നല്ലേ പറയുന്നത്? അതിനൊക്കെ വാക്യമുണ്ടോ? പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ വാക്യമുണ്ടോ? അവർ പ്രസംഗിച്ച എവിടെയായിരിക്കും? വീട്ടിനകത്തിരുന്ന് മുറിയൊക്കെ അടച്ചിട്ടിട്ടിരുന്നായിരിക്കുമോ പ്രസംഗിച്ചത്? അങ്ങനെയായിരിക്കുമോ പ്രസംഗിച്ചത്? പ്രസംഗിച്ചത് തെരുവിലല്ലേ? അല്ലെങ്കിൽ അതിനുള്ള മനുഷ്യർ കേൾക്കാൻ കഴിയുന്ന ഇടങ്ങളിലല്ലേ പ്രസംഗിച്ചതൊക്കെ? മനുഷ്യരല്ലേ പ്രസംഗം കേൾക്കേണ്ടത്? മനുഷ്യരോടല്ലേ പ്രസംഗിക്കേണ്ടത്? ആ മനുഷ്യരൊക്കെ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ പെട്ടവരായിരിക്കും. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാ? യഹൂദന്മാരല്ലേ. ഒന്നാമത് പ്രസംഗിച്ച ആരോടാ? യഹൂദന്മാരോട്, ദൈവത്തിൻ്റെ ജനമായ യഹൂദനോട്. യഹൂദനോട് പറയാണ്, നിന്റെ പ്രാക്ടീസൊക്കെ അവസാനിപ്പിച്ചോ, ഇനി നിന്റെ കർമ്മമാർഗത്തിൽ രക്ഷയില്ല, ഇനി വിശ്വാസ മാർഗമാണ്. യേശു ക്രിസ്തു പുതുവഴി തുറന്നിരിക്കുന്നു, കൃപാസനത്തിങ്കിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുന്നു, വേർപാടിൻ്റെ നടുച്ചുമരുകൾ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു, കടന്നു വരൂ, മോസ്റ്റ് വെൽക്കം. അവരുടെ പ്രസംഗങ്ങളിൽ അവർ ജനത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു, ക്രൂശിങ്കിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. വരിക വരിക വരിക, കടന്നു വരിക, ക്രൂശിങ്കിലേക്ക് കടന്നു വരിക, സ്വാഗതം അരുളുകയായിരുന്നു. അടങ്ങിയിരുന്നില്ല, പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവസാന ശ്വാസം വരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നാവ് പൊങ്ങിയ സമയം വരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കണ്ടോ, കർത്താവ് അവരോടുകൂടെ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. അവർ പ്രസംഗിച്ചപ്പോൾ കൂടെ പ്രവർത്തിച്ചു തരാ, കർത്താവ് പ്രവർത്തിച്ചു. എന്നിട്ട്
അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. ഇവിടെയാണ് അച്ഛനും ഞാനും തമ്മിൽ പൊരുത്തമില്ലാത്ത വിഷയം വരുന്നത്. അച്ഛൻ ചെക്ക് പറയാൻ വേണ്ടി 17 18 വാക്യമായിട്ട് വന്നു. പക്ഷെ മറുപടി നമ്മൾ 20 വാക്യത്തിൽ നിന്ന് തരികയാണ്. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങാം. ഇവർ പ്രസംഗിക്കാൻ ഇവർ പുറപ്പെട്ടു പോയ കാലത്ത് മത്തായിയുടെ സുവിശേഷം കയ്യിൽ വെച്ചുകൊണ്ടാണോ പോയത്? ഇവരുടെ കയ്യിൽ പുതിയ നിയമത്തിലെ ഒരു പുസ്തകവും ഇല്ല. ഇവർ തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് അവർ സുവിശേഷം അറിയിച്ചത്. സുവിശേഷം അറിയിക്കാൻ 27 പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. ഈ 39 പുസ്തകം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കൃത്യമായും വരച്ചു കൊടുക്കാം. ഗലാത്യയിലുള്ള ജനത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ചു വെച്ച് കൊടുത്തത് പുതിയ നിയമത്തിലെ ഒരു പുസ്തകം വെച്ചിട്ടല്ല. മോശയുടെ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും കാവ്യ പുസ്തകങ്ങളെല്ലാം തുറന്നു വെച്ചിട്ടാണ് പൗലോസ് ക്രൂശിതനായ ക്രിസ്തുവിനെ വരച്ചു വെച്ച് കൊടുത്തത്. കൊരിന്തി വന്നപ്പോഴും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. കൊരിന്തി വന്നപ്പോൾ പറയാം, യാക്കോബിൻ്റെ ലേഖനമുണ്ട്, പിന്നെ ഗലാത്യ ലേഖനമുണ്ട്. അങ്ങനെ 2 ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ ലേഖനങ്ങളൊന്നും വന്നിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ കൊരിന്തി വന്നിട്ടും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചത് എങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് ഞങ്ങൾ അടുത്ത ദിവസം പറയാം, വളരെ വ്യക്തമായിട്ട് പറയാം. ഈ പഴയ നിയമ പുസ്തകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അപ്പസ്തലികമായൊരു മെത്തേഡ് വെളിപ്പെടുത്താം. ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്തുന്ന രീതി വെളിപ്പെടുത്താം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നെന്ന്. അന്ന് വാമൊഴിയായി സംസാരിക്കുകയാണ് അവർ. പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന കൂട്ടത്തിൽ തന്നെ തിരുവെഴുത്തുകളിൽ നിന്ന് അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചതിൻ്റെ കൂടെ കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ട കാര്യങ്ങളില്ലേ, വാമൊഴിയായി അവർക്ക് ലഭിക്കപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം അവരുടെ പ്രസംഗങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ്. അപ്പോൾ കേൾവിക്കാരായ മനുഷ്യർ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ദൈവികമാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു അതോറിറ്റി ഉണ്ട്, ഇവരെ ഒരുവൻ അയച്ചിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പാകത്തിന് വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. 17 വാക്യം എങ്ങനെ തുടങ്ങുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ. വിശ്വസിക്കാൻ പാകത്തിന് അന്ന് പുസ്തകമൊന്നും കയ്യിലില്ലെന്നേ. അച്ഛൻ പറഞ്ഞതുപോലെ സോളാ സ്ക്രിപ്ചറൊന്നുമില്ല. സോളാ സ്ക്രിപ്ചർ അടുത്ത ദിവസം എടുക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ആളുകൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാൻ കർത്താവ് അവരോട് കൂടെ ഇരുന്നു. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ വരം നൽകി. അങ്ങനെയല്ലേ വായിക്കുന്നത്? അതെ, അവരോട് കൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനായിരുന്നു? വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എഴുതപ്പെട്ട വചനം ഇല്ലായിരുന്നു. അതുകൊണ്ട് വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രവർത്തിച്ചു. വളരെ സ്പഷ്ടമാണ്. 17 വാക്യത്തിൻ്റെ തുടക്കം നോക്കുക, 20 വാക്യത്തിൻ്റെ അവസാനം നോക്കുക. രണ്ടും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുക. പശ്ചാത്തലം പഠിക്കുക, അന്നത്തെ സാഹചര്യം പഠിക്കുക. എഴുതപ്പെട്ട വചനം അന്നില്ലായിരുന്നു. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അപ്പോൾ പിൽക്കാലത്ത് അങ്ങനെ സംഭവിക്കില്ലെന്ന് ചോദിച്ചാൽ കർത്താവല്ലേ അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവരുടെ മഹത്വം കൊണ്ടോ വിശുദ്ധി കൊണ്ടോ മേന്മ കൊണ്ടോ എന്തെങ്കിലും കാര്യം കൊണ്ടോ കരവിരുത് കൊണ്ടാണോ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായത്? പ്രവർത്തിക്കുന്ന കർത്താവാന്നേ. നിങ്ങൾ ചോദ്യം ചെയ്യുന്ന ആരെയാ? കർത്താവിനെയാണോ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അങ്ങനെ പറഞ്ഞ് അവിടെ തീരുന്നില്ലെന്നേ. ഒരു വാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കല്ലേ? അങ്ങനെയാണല്ലോ പറയാറ്. അങ്ങനെ സ്ഥാപിക്കില്ലേ? 17 വാക്യം മാത്രം വെച്ച് സ്ഥാപിക്കില്ലേ? 20 കൂടെ ഒന്ന് ചേർത്ത് വെക്ക്. അവിടെ മാത്രമല്ല, വേറെയും വാക്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. സമയക്കുറവുകൊണ്ട് എല്ലാം എടുക്കുന്നില്ല. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി എന്തിനാ വേറെ വാക്യം? ഇതുകൊണ്ട് കാര്യം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമാണ്, തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താ തെളിഞ്ഞത്? ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ആളുകളെ ദൈവസഭയെ കൊണ്ടുവരുവാൻ വേണ്ടിയല്ല. ഈ ശുശ്രൂഷകന് പേരെടുക്കാൻ വേണ്ടിയല്ല. അങ്ങനത്തെ ഒരു കാര്യമല്ല. തീർത്ത് പറഞ്ഞല്ലോ, കർത്താവാണ് പ്രവർത്തിച്ചത്. അടയാളങ്ങളൊക്കെ അനുവദിച്ചതും കർത്താവ് തന്നെയാണ്. അവരെ കരത്തിലെടുത്തു, അത് വാസ്തവമാണ്. അവരെ കർത്താവ് കരത്തിലെടുത്തു, ഒരു ടൂൾ എന്നുള്ള നിലയിൽ. അവർക്ക് പുകഴാനൊന്നുമില്ല. ഒരു മേസ്തിരിയുടെ കയ്യിൽ ആയുധങ്ങൾ ഇരിക്കുന്ന പോലെയാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർ കർത്താവിൻ്റെ കരത്തിലിരിക്കുന്നത്. ഇണങ്ങുന്ന ആയുധങ്ങളായിട്ട് കർത്താവ് അവരെ ഉപയോഗിക്കുന്നു. അവർക്ക് എന്നാ പറയാനുള്ള? അവരാണോ അത്ഭുതം അടയാളമൊക്കെ ചെയ്യുന്നത്? വല്ല മെസ്മറീസോ വല്ലതും ആണോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നോക്കണം, പിന്നീട് എഴുതപ്പെട്ട പുസ്തകം കയ്യിലേക്ക് വന്നു. ഇത് നമ്മുടെ കാലത്ത് എഴുതപ്പെട്ട പുസ്തകം കയ്യിലേക്ക് വന്നു. സാക്ഷികളുടെ വലിയൊരു സമൂഹം. ക്രിസ്തീയ സഭയ്ക്ക് ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു അനുഭവ സമ്പത്തുണ്ട്.
2000 കൊല്ലത്തിനടുത്തുള്ളൊരു ചരിത്രം അതിന് പറയാനുണ്ട്. ഇരുളിലും വെളിച്ചത്തിലും ഒക്കെ സഞ്ചരിച്ച ചരിത്രം അതിന് പറയാനുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാ, കൊടുങ്കാറ്റുകൾ അടിച്ച കാര്യങ്ങൾ പറയാനുണ്ട്, അലമാലകൾ തിരമാലകൾ ആർത്തലച്ച കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ ഒരു എക്സ്പീരിയൻസ്ഡ് സഭയാണ് ഇന്നുള്ളത്. അത് പെന്തിക്കോസോ ഓർത്തഡോക്സോ കാത്തലിക് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. സാർവത്രിക സഭ, അത് ചരിത്രത്തിലൂടെ കടന്നു വന്ന വഴികൾ, വഴിത്താരകൾ, അങ്ങനെ കടന്നു വന്നതല്ലേ അത്. അപ്പോൾ ചോദിക്കും, ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ നിങ്ങൾ കട്ടെടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. മറുപടികളുണ്ട്, അടുത്ത ദിവസം ആകട്ടെ. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റൻ മാർട്ടിയറേയും നീസായിലെ ഗ്രിഗറിയെയും പിന്നെ എന്താ തെർത്തുല്യനെയും ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാതൊക്കെ. അപ്പം മർക്കോസ് 16:16 ഇവിടെ പൂർത്തിയാകുകയാണ്. സ്നാനത്തിന് മാത്രം മതിയോ വിശ്വാസം എന്നൊക്കെ ചോദിച്ചാൽ അത് പോരാ. വിശ്വാസത്താൽ വീണ്ടും ജനിക്കണം. അത് കഴിഞ്ഞ് വിശ്വാസ ജീവിതം നയിക്കണം. വിശ്വാസ ജീവിതം അന്ത്യം വരെ കൊണ്ടുപോകണം. നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം, അങ്ങനെ പെട്ടിക്കകത്തേക്ക് കയറണം. എങ്ങനെയാണ് പറഞ്ഞത്? വീണ്ടും ജനനം വിശ്വാസത്താലാണ്, രക്ഷ വിശ്വാസത്താലാണ്. അടുത്തത് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ലെന്നേ. അതിലും കടുപ്പമേറിയ കാര്യം പിന്നെയാ വിശ്വാസ ജീവിതം. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, മരണം വരെ, അവസാനം വരെ. അവിടെയാണ് പൗലോസ് ലീഗ പറയുന്നത് നല്ല പോർ പൊരുതിയെന്ന്. സത്യവിശ്വാസത്തിന് വേണ്ടി പോർ പൊരുതി, അല്ലാതെ 934 ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് പോർ പൊരുതുന്നത്. പാതാളമാണ് കാത്തിരിക്കുന്നത്. 934 64 ഒക്കെ തെരുവിൽ, വഴിയിൽ, നടുറോട്ടിൽ വലിച്ചഴക്കപ്പെടുകയാണ്. അപ്പോൾ ചോദിക്കും, പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഉന്തും തള്ളും ഒക്കെ ഇല്ലേന്ന്. അത് പിന്നെ എടുക്കാം, ഇപ്പം എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നാലെ പറയാം. ഒടുക്കം വിശ്വാസം കാത്തു, ലഭിക്കപ്പെട്ട അഗ്നിമയമായ പ്രമാണം, ആ ബാറ്റൺ കാത്തു, അവസാന ശ്വാസം വരെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ, അതിനൊന്നും തള്ളിപ്പറഞ്ഞില്ലെന്നേ. അവസാനം വരെ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി നിന്നാലും, പള്ളിയുടെ മുമ്പിൽ പോയി നിന്നാലും, എവിടെ പോയി നിന്നാലും മറ്റൊരുത്തനും രക്ഷയില്ലെന്ന് പറയാൻ അതിന് പെന്തിക്കോസ്തുകാരനെ കൊണ്ടേ കഴിയുള്ളൂ, വേറൊരുത്തനെ കൊണ്ടും കഴിയില്ല. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എവിടെയുണ്ടെന്ന് പറയുന്നവരാണ് ബാക്കിയൊക്കെ. അത്യാവശ്യം എവിടെ നിന്നും പറയാനുള്ള ശേഷി ഈ കൂട്ടരൊക്കെ ഉള്ളൂ. ഒത്തിരി കുഴപ്പങ്ങളുണ്ട്, അതൊക്കെ സമ്മതിച്ചു. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ മറ്റൊരുത്തരും രക്ഷയില്ല, അതായത് ആത്മരക്ഷയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് സവിസ്തരം പറയാൻ തൻ്റെ ഇടയിൽ കൂട്ടരൊക്കെ ഉള്ളൂ. ആരല്ല എന്തെല്ലാം പരിഹസിച്ചെന്ന് പറഞ്ഞാലും, എന്തെല്ലാം പുലഭ്യം പറഞ്ഞെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ജീമുട്ട വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞാലും, എന്ത് സെപ്റ്റിക് ടാങ്ക് തുറന്നു വിട്ടെന്ന് പറഞ്ഞാലും ഈ കൂട്ടർ അത് പറഞ്ഞിരിക്കും. ഇതിലെല്ലാവരും പറയുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല, പക്ഷെ പറയും. ഇതിനകത്തൊരു ശേഷിപ്പുണ്ട്, അഭിഷേകത്തിൽ ജ്വലിച്ചു നിൽക്കുന്നൊരു ശേഷിപ്പ് ഇന്നുമുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അത് അന്നും ഇന്നും എന്നും ആ വാക്ക് അങ്ങനെ തന്നെ മുഴങ്ങുകയാണ് അന്തരീക്ഷത്തിൽ. സാത്താന്യ ലോകം കേൾക്കെ വിളിച്ചു പറഞ്ഞ ആ ശബ്ദം, ഞാൻ എൻ്റെ സഭയെ പണിയും. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിദ്രുതഗതിയിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഹളം ധ്വനിക്കാൻ കാലമായി. അങ്ങനെ ഒരു കാലത്ത് നമ്മളായിരിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചതൊന്നും വാഗ്വാദങ്ങളൊന്നുമല്ല ഒരിക്കലും. ഇതെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായി സത്യവചനത്തെയും യഥാർത്ഥ കാര്യങ്ങളെയും പാതകളെയും ഒക്കെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു വെമ്പലായിരുന്നു. അത് മാത്രം, അങ്ങനെ മാത്രം പരിഗണിക്കണമെന്ന് താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.